വരവ് കൊള്ളാം, മ്യൂസിക് കൊള്ളാം, വന്ന് നിന്നതും കൊള്ളാം, കത്തിയതും കൊള്ളാം, അതും കൊള്ളാം. ഇനിയിപ്പോ എന്ത് ചെയ്യും? കത്തി പിടിക്കും. അല്ല, ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്ന, നിന്നെ സെന്ററിൽ നിർത്തിയാണ് എന്തിനാ? ഞങ്ങൾ മലപ്പുറം നിർത്തിയ വന്നപ്പോഴേ പറഞ്ഞു നീ ആ ഡാൻസ് കളിച്ച് കാണാൻ ഒരു ഭംഗിയുണ്ടെന്ന് പറഞ്ഞു. ഇത് കൊലച്ചതിയാണെന്ന് എനിക്കറിയാം. അവര് സാക്ഷികളാണ്. എന്ത് ചെയ്യണം? ജീവ ഇപ്പോഴും വന്നിട്ടില്ല. അല്ല, ജീവ എന്ത് ജീവ സത്യം പറയാം, ജീവയ്ക്ക് പനി പിടിച്ചൊന്ന് ഭേദമായതാണ്. അത് കഴിഞ്ഞ് വീണ്ടും ഇവിടെ വന്ന് ചിരിച്ചു തലകുത്തി ഈ ദേഹം അനങ്ങരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. പക്ഷെ പുള്ളി ഇവിടെ വന്നപ്പോൾ 2 ദിവസം വന്നു. പുള്ളി ശരിക്കും കുലുങ്ങി ചിരിച്ചു. അല്ലടാ, അതിന്റെ ഒരു കാരണമുണ്ട്. എന്താണെന്നറിയോ? നമ്മൾ വീട്ടിലിരുന്നാൽ ഇരിപ്പ് വരികയില്ല. അത് ശരിയാ. പനിയാണെങ്കിൽ ഓടി വന്ന് കുറച്ചു നേരം ചിരിച്ചാൽ കുറെ ആശ്വാസം കിട്ടുള്ളൂ എന്ന് വെച്ചിട്ടാ ഇങ്ങോട്ട് വന്ന പാവം. സത്യം. പക്ഷെ എന്ത് ചെയ്യാൻ, ചിരിച്ചു കുലുങ്ങി ദേഹമല്ല അനങ്ങി പനി പിടിച്ച് മൊത്തത്തിൽ പ്രശ്നമായി. അതാണ് പ്രശ്നമായി. നമുക്ക് ഇവിടെ വരുന്ന ഓഡിയൻസ് എന്ന് പറയുന്നത്, ഇവിടെ വരുന്ന ഓരോ കലാകാരനും, അതായത് അവരുടെ കോമഡി കൊള്ളാമെങ്കിൽ ഏറ്റവും അധികം ചിരിച്ചു മറിഞ്ഞ് കൈയടിക്കുന്നത് നമ്മുടെ ഓഡിയൻസ് ആണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഇന്ന് നിങ്ങൾ എവിടെ നിന്നാണ് ഓഡിയൻസ് എന്ന് പരിചയപ്പെടാൻ? എവിടെ നിന്നാണ്? ഞങ്ങൾ പുതിയനമത്രം വായനശാല മണ്ണൂര്, പെരുമ്പാവൂർ അടുത്തുള്ളതാണ് മണ്ണൂര്. അതിന്റെ പ്രവർത്തകരും കമ്മിറ്റി അംഗങ്ങളും കുടുംബാംഗങ്ങളാണ്. ഓക്കെ. ഐറ്റം വരെ കാണാറുണ്ടല്ലോ പുള്ളിക്ക്? തീർച്ചയായിട്ടും അത് കാണുന്നുണ്ട് അല്ലേ? അപ്പൊ ഞങ്ങൾ ആ സീറ്റിലേക്ക് ഇരിക്കുകയാണ്. നിങ്ങൾ സ്കിറ്റുകൾ കാണൂ, കൈയടിക്കൂ. നമുക്കൊരു കിഡിലൻ ടീമിനെ വിളിച്ചാലോ? വിളിക്കാം. ആരൊക്കെയാ അത്? ഷജീർ, ശ്രീജു ആൻഡ് സൂര്യശ്രീ. അവിടെ തന്നെ ഇരിക്കണേ. പ്രീതേ, എടി വന്നടി. ഇതെന്തോന്ന് ഇത്തിക്കര പക്കലെ ലാലേട്ടന്റെ ഫിഗർ ചേരാത്ത പോലെ പിടിച്ചോണ്ടിരിക്കുന്നേ? ഈ ഇത്തിക്കര പക്കിന്റെ ഫിഗർ അല്ലത്, ഈ തോലായിരിക്കണം. അയ്യോ, പച്ചപ്പുൽച്ചാടി. ഈ പച്ചപ്പുൽച്ചാടി ഉണ്ടല്ലോ, നമ്മുടെ ശരീരത്തിലോ വീട്ടിലോ വന്നിട്ടല്ലോ പണം കുമിഞ്ഞു കൂടുന്നാണ്. ശരിയാ, നിങ്ങൾ പോയ പുറകിൽ തന്നെ പോസ്റ്റ്മാൻ വന്നൊരു പേപ്പർ തന്നായിരുന്നു. എന്തായിരുന്നു? വീടിന്റെ ജപ്തി നോട്ടീസ്. മഞ്ഞ പെയിന്റിംഗ് എടുത്തോണ്ടെന്ന്. അയ്യോ, എന്നാത്തിനാ? കൊണ്ടുവാ. ഇനി മേല ആരുടെങ്കിലും വീട്ടിൽ പോയിട്ട് അമിത പ്രതീക്ഷ എങ്ങാനും കൊടുത്ത ശരിയാക്കി തരാട്ടാ. ഇന്ന് മുതൽ നീ പച്ചപ്പുൽച്ചാടിയല്ല, മഞ്ഞപ്പുൽച്ചാടി. എവിടെയെങ്കിലും ആരെ വീട്ടിൽ കൂടെ അമിത പ്രതീക്ഷ കൊടുക്കുക. നിങ്ങൾ ഈ പുൽച്ചാടിയുടെ പുറകെ നടന്നു. എന്റെ ആങ്ങളുടെ കൊച്ചിന്റെ 28-ന് അരിഞ്ഞാണം കൊടുക്കുന്ന കാര്യം എന്തോ ആയി? എടേ, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ എന്റെ കയ്യിൽ 10ന്റെ പൈസ എടുക്കാനില്ല. എന്റെ ദൈവമേ, നമുക്കൊരു കുഞ്ഞുണ്ടായപ്പോ അവൻ നമുക്ക് കാൽത്തള കൊണ്ട് തന്നാ കേട്ടോ. അത് ശരിയാണ്. അതുപോലെ തന്നെ അവനൊരു കുഞ്ഞുണ്ടായപ്പോ നമ്മൾ ഈ കാൽത്തള കൊണ്ട് കൊടുത്താണാ. അതവിടെ തീർത്തു. പക്ഷെ അവൻ തീർത്തില്ല. പിറ്റേ വർഷവും അവന് 2ാമതൊരു കുഞ്ഞുണ്ടായി. നമ്മൾ അവന് കാൽത്തള കൊണ്ട് കൊടുത്തു. അപ്പൊ അവന് 2, നമുക്കൊന്ന്. പക്ഷെ അവൻ തീർത്തില്ല. 3ാമത്തെ വർഷവും അവനൊരു കുഞ്ഞുണ്ടായി. നമ്മൾ അവിടെ കാൽത്തള കൊണ്ട് കൊടുത്തോ. അപ്പൊ അവന് 3, നമുക്കൊന്ന്. അവിടെ തീർത്തോ. ഇപ്പൊ ഇത് 4ാമത്തെ വർഷമാണ്. 4ാമത്തെ കുട്ടി ഉണ്ടായി. ഇപ്പൊ അരഞ്ഞാണം കൊണ്ടെടുക്കാൻ പറഞ്ഞേക്കുന്നു. അല്ല, ഞാൻ അറിയാൻ പാടുള്ള ഒരു കാര്യം ചോദിക്കട്ടെ. നിന്റെ ആങ്ങൾക്ക് കുട്ടികളാണോ അല്ലെങ്കിൽ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയാണോ വേണം? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ കൊടുത്ത സാധനമൊക്കെ തിരിച്ചു പിടിക്കണമെന്നുള്ള ആശയം എടുത്തോന്ന് നിങ്ങൾക്കില്ലല്ലോ. അതാണ് ഞാൻ. പിന്നെ എങ്ങനെ തിരിച്ചു പിടിക്കാനായിട്ടാണ്? ഉള്ള ഒരു കൊച്ചു സ്കൂളിന് ഫീസ് അടയ്ക്കാൻ പറ്റാതെ അത് എന്നും ക്ലാസ്സിൽ എഴുന്നേറ്റ് നിൽക്കുക. എന്റെ ദൈവമേ, ആ കുഞ്ഞിന്റെ ചന്തയൊന്ന് ആ ബെഞ്ചിൽ ഇരിക്കുന്ന കണ്ടിട്ട് എനിക്ക് മരിച്ചാ മതി എന്ന എന്റെ ആഗ്രഹം. ഭാഗ്യമുള്ള അമ്മയുണ്ട് നീ. നിനക്ക് മരണമില്ലടി. പറയിപ്പിക്കരുത് കേട്ടോ. എന്നെ കൂടുതൽ ശല്യപ്പെടുത്തരുത്. എനിക്ക് നാളെ ഒരു ഗാനമേള ഉള്ളതാ. ഞാൻ പാട്ട് പ്രാക്ടീസ് ചെയ്യാൻ പോവാ. നീ ഗാനമേള വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണ്ടല്ലോ. ഞാനൊരു കാര്യം ചോദിച്ചോടെ, നിങ്ങളുടെ ഈ ഗാനമേള ട്രൂപ്പില് ഇഡലി ഫാസ്റ്റ് ഫുഡ് ഇല്ലല്ലോ. മറ്റുള്ള ട്രൂപ്പുകളിലൊക്കെ എന്തോരം ഇഡലി ഫാസ്റ്റ് ഫുഡാ. എന്റെ മനുഷ്യ, മെലഡിയും ഫാസ്റ്റ് പാട്ടും. നിങ്ങളുടെ ടീമിൽ അതില്ല. എന്ത് ചെയ്യാനാണ്? പാട്ടിനെ പറ്റി അറിയത്തില്ലെങ്കിൽ മിണ്ടാതിരുന്നോളെ. എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല. നിന്റെ കൂട്ടത്തിൽ മറ്റേ ഒരു മലയാളം പാട്ട് പറഞ്ഞ പയ്യനുണ്ടല്ലോ, എന്താ അവന്റെ പേര്? ബിജുമന്റെ പടത്തിൽ മറ്റേ ശകലം വഴിമാറുവാൻ. ശകലം വഴിമാറാൻ അവിടെ ട്രാഫിക് ബ്ലോക്ക് വല്ലതും ഉണ്ടോ? വഴിമാറും അങ്ങനത്തെ പാട്ട്. പക്ഷെ അവൻ അങ്ങനെ പാടുമ്പോഴല്ല, ശകലം പോയിട്ട് തരി പോലെ ആൾക്കാരെല്ലാം വഴിമാറി പോയോണ്ടിരിക്കുകയാണ്. എന്നെ ശല്യപ്പെടുത്തരുത്. ഞാൻ പാട്ട് പാടി പ്രാക്ടീസ് ചെയ്യട്ടെ. പാട്ട് പാടി ഒന്നൊരു പാടി വേണം. നീ മറ്റേ പാട്ട് പാടോ? താരാപദം തേജോവധം. തേജോവധമല്ല, താരാപദം തേജോഹരം. നീ പാടി കഴിയുമ്പോൾ തേജോവധാണ്. എന്നെ ശല്യപ്പെടുത്തരുത് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പഠിക്കാനുള്ള സമയം. മാറങ്ങോട്ട്. നീ വന്ന് ഒരു പാട്ട് പാടി. മിണ്ടരുത്, എന്നെ ശല്യപ്പെടുത്തരുത്. പോങ്ങോട്ട്. വരുവാനില്ലാരും ഇന്നൊരു നാളും ഈ വഴിക്കറിയാൻ, അതെന്നാലുമെന്നും പ്രിയമുള്ളൊരാളാരോ വരുവാനുണ്ടെന്നു ഞാൻ വെറുതെ മോഹിക്കുമല്ലോ. ഇന്നും വെറുതെ മോഹിക്കുമല്ലോ. ഇവിടെ ആരും ഇല്ലേ? മോഹിക്കേണ്ട ആരോ വന്നിട്ടുണ്ട്. അതാരും ഇല്ലേന്ന്.
ഇതാരാണ് ബെന്നിച്ചായരാ? ഇതെന്താണ് എന്റെ വീട്ടില്? പിന്നെ നിന്നെ അന്വേഷിച്ച് ഇവിടെ വരാതെ അയൽവക്കത്തെ വീട്ടിൽ പോകാൻ പറ്റുമോ? സംഭവം പിടികിട്ടി. വീട്ടിൽ ചാരികാസയിൽ ഇരുന്നപ്പോ ഈ ഒരു കോമഡി കിട്ടി. അത് ഏതെങ്കിലും വീട്ടിൽ കൊണ്ട് അടിക്കണം എന്ന് കരുതി ഇവിടെ വന്ന് അടിച്ചു, അത്രേ ഉള്ളൂ. അതല്ല, നീ എന്റെ തറവാടിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ചെന്നിക്കുത്ത് തറവാട് നീ കേട്ടിട്ടുണ്ടോ? ചെന്നിക്കുത്ത് തലവേദന എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു തറവാടുണ്ട്. ആണോ? പിന്നെ ഈ ചെന്നിക്കുത്ത് തറവാട്ടിലെ ആർക്കും ഒരു കാര്യവും പറഞ്ഞ് അങ്ങോട്ട് പോവേണ്ട ചരിത്രം ഉണ്ടായിട്ടില്ല. അങ്ങോട്ട് പോകട്ടെ, അവിടെ കടിക്കുന്ന ഒരു പട്ടി ഇങ്ങോട്ട് വാ. ഞങ്ങളുടെ തറവാടിനെ ഇട്ടുമൂടാനുള്ള സ്വത്തുക്കളുണ്ട്. അപ്പൊ അത് മൂടാൻ വേണ്ടി വിളിക്കാൻ വേണ്ടി ഒന്നാണോ? അല്ല, എന്റെ ഭാര്യയുടെ അമ്മയുടെ അമ്മ, അതായത് ഞങ്ങളുടെ ഗ്രാൻഡ് മാ എലിസബത്ത് പ്രയാഗ ഗ്രിഗറി ഡൊമിനിക് മാത്യു. അമ്മൂമ്മയുടെ പേരാണോ? അതെ. എന്റെ ദൈവമേ, ഇത് മുറിച്ച് മാറ്റി കഴിഞ്ഞാൽ 4 അമ്മൂമ്മക്ക് പേരിടാ. എനിക്കിതില്ല. ഇവിടെ 2 അമ്മൂമ്മമാരുടെ പേര് കേൾക്കണം. കോത, കണ്ണമ്മ. എടിയേ, എന്റെ അമ്മൂമ്മയുടെ പേരെന്താടി? ചക്കി. വാ തുറന്നാ പ്രാക്കും. അതല്ല, നിങ്ങളുടെ അമ്മൂമ്മയുടെ പേര് കൊള്ളട്ടോ. സിനിമാറ്റിക് ഡാൻസിന്റെ ട്രൂപ്പിനുള്ള പറ്റിയ പേരാണ്. അതെ, ആ സിനിമാറ്റിക് ഡാൻസിന്റെ ട്രൂപ്പിന്റെ പേരുള്ള അമ്മുമ്മ. എന്താണ് അമ്മ പറഞ്ഞു തെറ്റിക്കാനായിട്ട് ആ അമ്മുമ്മ ഇന്നലെ രാത്രി നല്ല അന്തസ്സായിട്ട് മരിച്ചു. എടാ, ഇവിടെ പല ആൾക്കാരും വന്ന് മരണം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത്രയും ജാടായിട്ട് മരണം പറഞ്ഞ ആളാ ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. ഇത് ചെന്നിക്കുത്ത് തറവാടിന്റെ ഒരു ശൈലിയാണ്. ആണോ? അല്ല, ഈ അമ്മൂമ്മക്ക് ഇത് എന്ത് പറ്റിയതാണ്? പെട്ടെന്നുള്ള മരണമായിരുന്നു. അല്ല, എങ്ങനെ മരിച്ചത്? പെട്ടെന്ന് മരിച്ചോണ്ട് അമ്മമ്മയ്ക്ക് ഒന്നും പറയാൻ പറ്റില്ല. അയ്യ, ഞാൻ അതല്ല ചോദിച്ചത്. അസുഖം മൂലം മരിച്ചതാണോ ഞാൻ ചോദിച്ചത്. 97 വയസ്സുണ്ടായിരുന്നു ഗ്രാൻഡ്മാക്ക്. ചേടാ, കുറച്ചുകൂടി ഒന്ന് മുട്ടി ഇറങ്ങി സെഞ്ചുറി എടുക്കാറില്ലേ? മരിക്കുന്നതിന്റെ തലേന്ന് ഗ്രാൻഡ്മ ഒരു ഗ്ലാസ് വൈൻ കുടിച്ചു. അപ്പൊ ഗ്രീസ് വിട്ട് ഇറങ്ങി കളിച്ചതാണ്, അതാണ് ഔട്ടായി പോയത്. ഇത് ഇങ്ങോട്ട് വരാനുള്ള കാരണം എന്താണ്? ഗ്രാൻഡ്മയ്ക്ക് 13 മക്കളാണ്. പക്ഷെ ഒറ്റ ഒരാൾ പോലും നാട്ടിലില്ല. എന്നാലും മരണം അറിഞ്ഞിട്ട് കുറച്ചു പേരൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ട്. അതിലെ ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, പിന്നെ ജഡ്ജിമാരുണ്ട്. പക്ഷെ ഇവരൊക്കെ അങ്ങോട്ട് വന്നിട്ടും ആ മരണ വീടിന്റെ ആംബിയൻസ് അങ്ങോട്ട് കിട്ടുന്നില്ല. അതായത് ഒരു ജഡ്ജി, എത്രയോ പേർക്ക് ശിക്ഷയൊക്കെ വിധിച്ച ജഡ്ജിയൊക്കെ വന്നിരുന്ന് മരണ വീട്ടിൽ വായും പൊളന്ന് കരയാന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് അതൊരു നാണക്കേടാണ്. അവരുടെ സ്റ്റാറ്റസിനെ ബാധിക്കും. അതെ അതെ. അപ്പൊ അതുകൊണ്ട് എനിക്ക് നിന്റെ ഒരു സഹായം വേണം. എന്താണ് വേണ്ടത്? നിന്റെ ഭാര്യയുടെ ഒരു അനിയത്തി ഉണ്ടല്ലോ, അനിയത്തി കൊച്ച്, അവളെ ഒന്ന് അതുവരെ വിട്ടു തരണം. മീനാക്ഷി. അത് എന്ത് കാര്യത്തിലാണ്? അതായത് ഞാൻ ഈ അടുത്ത കാലത്ത് 1-2 മരണത്തിനൊക്കെ അപ്പുറത്തെ വീട്ടിലൊക്കെ പോയായിരുന്നേ. അപ്പൊ അവിടെ ചെന്നപ്പോ ഇവളുടെ ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞ പെർഫോമൻസ് നെഞ്ചത്തടിച്ചിട്ട് കരയുക, തല കറങ്ങി വീഴുക. ആൾക്കാരൊക്കെ വരുന്ന സമയത്ത് ആ പേര് വിളിച്ച് കരയുന്ന ഒരു ഐറ്റം ഉണ്ട്. ശരിക്കും റീത്ത് വെച്ചിട്ട് വരണമെന്ന് വിചാരിച്ച് പോയ ആളാ ഞാൻ. 1.5 മണിക്കൂർ അവളുടെ ഷോ ഞാൻ നിന്ന് കണ്ടേ. അപ്പൊ അവളെ തിരക്കി ഞാൻ വന്നതാണ്. അവൾ അവിടെ ഒന്ന് കൊണ്ടുവരണം, ഒരു ഓളം ഉണ്ടാക്കി. പക്ഷെ എന്താ സംഭവം അറിയാമോ? അവളിപ്പോ ഇവിടെ ഇല്ല, അവള് ബാംഗ്ലൂര് പോയിരിക്കാണ്. അവിടെ ആരാ മരിച്ചത്? അവിടെ മരിച്ചാൽ അവൾ പഠിക്കാൻ വേണ്ടി അപ്പൊ ഇനിയിപ്പോ എന്താ ചെയ്യുക? അവിടെയാണെങ്കിൽ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു പെങ്കൊച്ചിനെ തപ്പി ഇറങ്ങിയതാ ഞാൻ. 50,000 രൂപ കൊടുക്കുന്ന കേസായിരുന്നു. എത്ര കൊടുക്കുന്ന പറഞ്ഞത്? ഒരു 50,000 രൂപ ആ മീനാക്ഷി എന്ന് പറഞ്ഞ കൊച്ചിന് കൊടുക്കാനായിട്ട് ഞാൻ വന്നതാ. ചേച്ചിയേക്കാൾ കിടുക്ക അനിയത്തിയാണ് എന്റെ ഭാര്യ. കിടുക്ക അഭിനയാണ്. എനിക്ക് തോന്നുന്നില്ല. 50,000 കൊടുത്താൽ ഞാൻ ഇവിടെ കിടന്ന് അഭിനയിക്കണമെന്ന് കാണണം. ഞാൻ വിളിക്കട്ടെ? വിളിച്ചു നോക്ക്. പ്രീതേ, ഒന്നിങ്ങ് വന്നേടി. വായോ നീങ്ങട്. പിന്നെ അച്ചായനെ അടക്കം പറയാൻ വേണ്ടി വന്നാണ്. എന്നാ ചായ? ചെവിയിൽ അടക്കം പറഞ്ഞ കാര്യമല്ല പറഞ്ഞത്. ഈ അച്ചായനുണ്ടല്ലോ, ഒരു മരണം പറയാൻ വേണ്ടി വന്നാണ്. ഈ അച്ചായൻ്റെ ഒരു അമ്മൂമ്മയുണ്ട്. എന്താണ് അമ്മൂമ്മയുടെ പേര്? ഒരു പേരിലൊക്കെ എന്തിരിക്കുന്നു എനിക്കറിയാം. അമ്മൂമ്മയുണ്ട്. ആ അമ്മൂമ്മ മരിച്ചു പോയി കൊള്ളും. അതല്ലെന്ന്. അപ്പൊ നാളെ നമ്മൾ ഈ അമ്മൂമ്മയുടെ വീട്ടിൽ പോകണം. അമ്മൂമ്മയുടെ വീട്ടിൽ പോയിട്ട് നമ്മൾ ബോഡി വന്നു, ഒന്ന് കരയുന്നു, തിരിച്ചു പോരുന്നു. അയാളിപ്പോ സപ്തതി വിളിക്കാനൊന്നും അല്ലല്ലോ വന്നത്, മരണമല്ലേ? നിങ്ങൾ തന്നെ അങ്ങ് പോയാൽ മതി. അങ്ങനല്ലെന്ന്. ഒരു അമ്മൂമ്മ മരിക്കണ്ട, നമ്മൾ ആരായാലും ഒന്ന് കരഞ്ഞു പോവില്ലേ? അങ്ങനെയാണ് ഡെയിലി പത്രം എടുത്ത് ചരമക്കോളം നോക്കിയിരുന്ന കരഞ്ഞാ പോലെ. പെടകാലി, എന്റെ ആങ്ങളുടെ കൊച്ചിന് എന്ത് വേണമെന്നാ പറഞ്ഞത്? അരഞ്ഞാണം. നിന്റെ കയ്യിൽ പൈസ ഉണ്ടാ? എന്റെ കയ്യിലും പൈസ ഇല്ല. പക്ഷെ നമ്മളവിടെ പോയി നിന്ന് കരഞ്ഞ 50,000 രൂപ കയ്യിൽ തരും. 50,000 രൂപ കയ്യിൽ തരുമെന്ന്. പ്രാക്ടീസ് നടക്കട്ടെ. അത് ഓക്കെ. ഡെറ്റോൾ ഉണ്ടോ? എന്തിനാണ്? ഞാൻ അറിയാതെ വീട്ടിന്റെ പിന്നാമ്പുറത്തോട്ട് പട്ടി കടിച്ചെന്നെ. ഞാൻ വന്നപ്പോഴാ പറഞ്ഞ അങ്ങോട്ട് പോലെ കടിക്കുന്ന പട്ടിന് പറഞ്ഞാണാ. ആര് ഓർക്കുന്നു? അതൊക്കെ പോട്ടെ. അവള് സമ്മതിച്ചു കേട്ടാ. പിന്നെ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ്? ബാക്കി എന്താ കാര്യങ്ങൾ? എത്ര മണിക്കൂറാണ് നമ്മുടെ ഷോ? ഷോയാ? ഞാൻ അവിടെ
കരയുവാണല്ലോ അപ്പൊ അതെന്റെ ഒരു ഷോ ആണല്ലോ. ഡെഡ് ബോഡി കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂർ കരയണം, അത്രേ ഉള്ളൂ. അച്ഛായി ഒരു കാര്യം, എന്നെ ഇപ്പൊ കരയാൻ വേണ്ടി മാത്രമാണല്ലോ വിളിച്ചേക്കുന്നേ. ഈ നെഞ്ചത്തടിച്ച് കരയണമെങ്കിൽ ഇച്ചിരി പൈസ കൂടും. മെഡിക്കൽ അലവൻസ് അല്ലേ, അത് ഞാൻ തരാം. ഒരു ഫ്ലെക്സ് വെക്കാൻ പറ്റുമോ? ഫ്ലെക്സിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഗ്രാൻഡ്മയുടെ 6 അടി പൊക്കമുള്ള ഒരു ഫ്ലെക്സ് അവിടെ വെക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അയ്യോ അതല്ല, പിന്നെ? ചെത്തിയറ പ്രീത ഗ്രാൻഡ്മയുടെ മണ്ണിലേക്ക് എന്ന് അതാര്? അല്ല ഞങ്ങൾ ഈ ഷോ ഒക്കെ ചെയ്യാൻ വരുന്നതിന് ഒരു ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടാ പരിപാടി തുടങ്ങുന്നത്. ഇവള് കൊണ്ടുവരുന്ന ഫ്ലെക്സ് കൊണ്ടാണ് ഇപ്പൊ ഞങ്ങളുടെ ബാത്റൂമിലെ കഥക്. ഞാൻ കുളിക്കാൻ വേണ്ടി പോയി നിൽക്കണ്ടാ, ഇവള് മയക്കും പിടിച്ച് ഇങ്ങനെ കൊണ്ട് അത് കണ്ട് കുളിച്ചു കഴിഞ്ഞാൽ ഒരു സോപ്പ് തീർന്നു പോകണം അറിയാം. ഇവിടെ അകത്തിരുന്ന് കരയാണല്ലോ, ആ സമയത്ത് ഞാൻ പുറത്തൊരു പ്ലേ നടത്തിക്കോട്ടെ. എങ്ങനെ? അതായത് ആൾക്കാർ ഇങ്ങനെ കൂടി നിൽക്കുകയാണല്ലോ, ആ സമയത്ത് ഞാൻ ആൾക്കാരുടെ ഇടയിലൊക്കെ ഇങ്ങനെ ചുമ്മാ നടന്നിട്ട് പറയും, പാവപ്പെട്ടൊരു സ്ത്രീയായിരുന്നു, നല്ലൊരു സ്ത്രീ, തങ്കം പോലത്തെ ഒരു സ്ത്രീ, ആർക്കും എന്തും വാരിക്കോരി കൊടുക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു, പാവം മരിച്ചു പോയി. ഇത് പറയുമ്പോ എനിക്ക് എന്തെങ്കിലും ചില്ലറ തന്നാൽ മാത്രം. സംഭവം ഫ്രഷ് ഐറ്റം ആണ്. പക്ഷെ ഇവള് അകത്ത് നിന്ന് കളിച്ച് കയറ്റാന്നല്ലേ പറഞ്ഞത്? അവള് കളിച്ച് കയറ്റട്ടെ, നീ അതിന്റെ വരണ്ട. മാട്ട വേണ്ട പോ. വേണ്ട. പിന്നെ മോളെ ഒരു കാര്യം, നിന്റെ സഹോദരി മീനാക്ഷി നെഞ്ചത്തടിച്ച് തലകറങ്ങി വീഴുന്നൊക്കെ ഒരു ഗംഭീര ഒരു ഐറ്റം കാണിച്ചു. അത് നമുക്ക് ഇവിടെ വേണ്ട. കാര്യം ആൾക്കാരത് കണ്ടതാണ്, ഓവർ യൂസാ. അപ്പൊ ആ സാധനം നമുക്ക് പിടിക്കാം. നമുക്ക് പുതിയ വെറൈറ്റി ആയിട്ടുള്ള സാധനം വേണം ഈ മരണം വിട്ട് പിടിക്കാൻ. കാര്യം ചെന്നിക്കുത്ത് തറവാടിന് അത് അഭിമാനമായിരിക്കും. ഒരു വെറൈറ്റി ഐറ്റം കാണിച്ചു, അല്ലെങ്കിൽ ഞാൻ വേറെ ആളെ തപ്പിക്കോളാം. വേറെ ആളെ തപ്പണ്ട. എടി ഒരു വെറൈറ്റി ഐറ്റം കാണിക്കില്ല, ഞാൻ വേറെ തപ്പിട്ടാ. ഇപ്പൊ ഇവിടെ വെച്ചോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്റെ ആങ്ങളുടെ കൊച്ചിന്റെ അരഞ്ഞാണൊന്നല്ല. പോയേ, ഞങ്ങളുടെ ഗ്രാൻഡ്മ പോയേ. ഇതാരായി കിടക്കുന്നത്? ഇതാരായി കിടക്കുന്നത്? ഇതാരായി കിടക്കുന്നത്? ആ കിടക്കുന്നതിന്റെ ഗ്രാൻഡ്മയാണെന്ന് നീ പറഞ്ഞു കൊടുത്തില്ലടാ. അതല്ലേ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ലേ, എനിക്ക് സഹിക്കാൻ പറ്റത്തില്ലേ, എനിക്ക് സഹിക്കാൻ പറ്റത്തില്ലേ. ചെന്നിക്കുത്ത് തറവാട് കിടക്കും. അയ്യോ, ഇന്നലെ കൂടെ കഞ്ഞി കൊണ്ട് കൊടുത്തപ്പോ എന്നോട് പറഞ്ഞതാ, മക്കളെ ഒരു ഇച്ചിരി ഉപ്പിട്ട കഞ്ഞി കൊണ്ട് താടിയെന്ന്. ഞാൻ കൊടുത്തില്ല. എടാ 3 വർഷമായിട്ട് ട്യൂബിട്ട് മൂക്കിൽ കൂടെ പച്ചവെള്ളം കിളവി കഞ്ഞി ചോദിച്ചത് മാറ്റിപ്പിടിക്കാൻ പറ. അത് പറയണ്ട, വേറെ പറ. അയ്യോ ഗ്രാൻഡ്മാ, ഇന്നലെ വൈകിട്ടും കൂടെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് സീരിയല് കണ്ടതാ. അപ്പോഴും എന്നോട് പറഞ്ഞു, മക്കളെ ഈ എപ്പിസോഡ് തീരാതെ ഞാൻ പോവത്തില്ലടി. ഇനി ഞാൻ ആരോട് കഥ പറഞ്ഞു കൊടുക്കും? ഞങ്ങൾ ഇനി എന്തൊക്കെ നുണക്കഥകൾ പറയൂ? ഗ്രാൻഡ്മാ, എന്റെ ഗ്രാൻഡ്മാ, ഗ്രാൻഡ്മാ. ആ ആ ആ ആ ആ വേഗത്തേരിൽ ദൂതുവരും നാഗപക്ഷിനി പാട്ടിൽ പറഞ്ഞതെന്തേ എന്നും കൈമാറും. ഞങ്ങളുടെ ഗ്രാൻഡ്മ പോയല്ലോ. എങ്ങനെയുണ്ട് സാർ? സംഭവം കൊള്ളാം. അടിപൊളിയല്ലേ? ഇത് തറവാട്ടിലൊരു അടിപൊളി ഐറ്റം ആയിരിക്കും. പക്ഷെ പ്രശ്നം അവിടെ കൊണ്ട് തീരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ 13 മക്കളും വിദേശത്താണെന്ന്. അപ്പൊ അവർക്ക് മലയാളം വലിയ പിടിയില്ല. അപ്പം ഇംഗ്ലീഷ് കലർത്തി വേണം കരയാൻ. ഇവൾക്ക് ഇംഗ്ലീഷ് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ 50,000 രൂപ ഞാൻ തരുന്നതല്ലേ. ഞാൻ ശരിക്കും പറഞ്ഞാൽ മീനാക്ഷിയെ ബുക്ക് ചെയ്യാൻ വന്നാണ്, അത് ഓർമ്മ വേണം. അത് ഇംഗ്ലീഷ് ഞാൻ എങ്ങനെയും പറയിപ്പിക്കാം. കുറച്ച് പൈസയും കൂടെ ഒന്ന്. പൈസ പ്രശ്നമല്ല, തറവാട്ടിലുണ്ടല്ലോ. ഇംഗ്ലീഷിൽ ഒന്ന് കരയാൻ പറ്റുമോ? മലയാളത്തിൽ കരയുന്നത് തന്നെ ഞാൻ പാടുപെട്ടിട്ട് എങ്ങനെ ഇംഗ്ലീഷ് കരയാൻ മനുഷ്യൻ? എനിക്ക് അറിയത്തൊന്നുമില്ല. കാശ് കുറച്ച് കൂടുതൽ കിട്ടൂടി. കാശ് കിട്ടുമെന്ന് പറഞ്ഞ അറിയാത്ത കാര്യം അങ്ങനെ ചെയ്യുമെന്ന് പറയുന്നത്. എനിക്ക് കുഴപ്പമൊന്നുമില്ലേ, ആങ്ങളുടെ കൊച്ചിന്റെ അരഞ്ഞാണെന്ന് എന്താ എനിക്കറിയാൻ പാടില്ല. അങ്ങനെ കൊച്ചിന്റെ അരഞ്ഞാണെന്ന് പറഞ്ഞാൽ അറിയാത്ത കാര്യം ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. നിനക്ക് അറിയാൻ പാടില്ല. അയ്യോ ഇത് കൊള്ളാം. പിന്നെ വിദേശത്ത് മാത്രമല്ല, ഗ്രാൻഡ്മയ്ക്ക് നാട്ടിലും ഉണ്ട് ബന്ധുക്കൾ, ഇടുക്കിയിലും കട്ടപ്പനയിലൊക്കെ. അപ്പൊ അവര് വരുമ്പോൾ അവരുടെ പേര് വിളിച്ചൊന്ന് കരയണം. ലിസ്റ്റ് ഞാൻ തരാം. ലിസ്റ്റാ? അങ്ങനെ ലിസ്റ്റിലുള്ള ആൾക്കാരെ പേര് പറഞ്ഞൊന്നും കരയാൻ പറ്റൂല. എന്ന് പറഞ്ഞാൽ 50,000 രൂപ ഞാൻ മീനാക്ഷിക്ക് കൊടുക്കാൻ കൊണ്ടുവന്നാണ്, ഓർമ്മ വേണം. നമുക്ക് വേണമെങ്കിൽ 1-2 ആൾക്കാരെ പേരൊക്കെ പറഞ്ഞു വേണമെങ്കിൽ അറിയാം. അങ്ങനെയാണെങ്കിൽ ഗ്രാൻഡ്മയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ക്രിസ്റ്റി എന്നൊരു കൊച്ചു പയ്യനുണ്ട്. അവൻ കാർഗിലിലെ ജവാനാണ്. അതെ, അവൻ വരുമ്പോൾ അവന്റെ പേര് പറഞ്ഞ് പ്രത്യേകം കരയണം. അത് ഞാൻ കരയിപ്പിച്ചോളാം. എന്താ എന്തോന്ന് പറയുന്ന ആ പേരൊക്കെ പറഞ്ഞ ആരെങ്കിലും കരയുമോ മനുഷ്യ? ക്രിസ്റ്റി എന്ന് പറഞ്ഞൊന്ന് കരഞ്ഞാ പോരെ? അങ്ങനെ പല പോലും പറയും. എന്റെ ആങ്ങളുടെ കൊച്ചിനൊന്നല്ല അരഞ്ഞാണം മേടിക്കേണ്ടത്, എന്റെ ആങ്ങളുടെ കൊച്ചിനാണ് അരഞ്ഞാണം മേടിക്കേണ്ടത്. എന്റെ ഗ്രാൻഡ്മയുടെ ക്രിസ്റ്റി വന്ന് നിൽക്കുന്ന കണ്ടോ ഗ്രാൻഡ്മ? കണ്ണു തുറന്ന് നോക്ക് ഗ്രാൻഡ്മ. ഇന്നലെ കൂടെ എന്റെ അടുത്ത് പറഞ്ഞതാ, മക്കളെ കാർഗിലിൽ പോയേക്കുന്ന ക്രിസ്റ്റിയെ ഒന്ന് വിളിക്കടി, എനിക്കൊന്ന് കാണാനാന്ന്. അവൻ വന്നില്ല. മോനെ ക്രിസ്റ്റി, നിന്റെ ഗ്രാൻഡ്മ കിടക്കുന്ന കിടപ്പ് കണ്ടോടാ. എടാ വിളിയടാ ക്രിസ്റ്റി, ക്രിസ്റ്റിയെ വിളിയടാ. ക്രിസ്റ്റി, 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 ക്രിസ്റ്റി.
ബാലാമണി 143. ഞങ്ങളുടെ ഗ്രാൻഡ്മ കിടക്കുന്ന കിടപ്പ് കണ്ടോ? സംഭവം കൊള്ളാം കേട്ടോ. പക്ഷെ ഇത്ര സ്ട്രെയിൻ എടുക്കണ്ട, അവള് നന്നായിട്ട് കിതയ്ക്കുന്നുണ്ട്. അയ്യോ അത് കിതച്ചതല്ല, കിതപ്പ് പോലെ അഭിനയിക്കണം. അഭിനയിക്കുന്നതാണ്. പൊങ്കലായേലോ പാടടി പാടടിയാ കരയടി. അയ്യോ എന്റെ ഗ്രാൻഡ്മ കിടക്കുന്ന കിടപ്പ് കണ്ടു. പിന്നെ മരണ വീട്ടിൽ നിന്നപ്പോഴാണ് അറിഞ്ഞത് ലില്ലിക്കുട്ടി മാത്രമേ വരൂ, ചേട്ടൻ വരില്ല. അയ്യോ ഗ്രാൻഡ്മയെ കാണാൻ ചേട്ടൻ വന്നില്ലെന്ന് പറയുന്ന കേട്ടോ ഗ്രാൻഡ്മ. ഗ്രാൻഡ്മ കണ്ണു തുറന്ന് നോക്കി, ലില്ലിക്കുട്ടിയുടെ ചേട്ടൻ വന്നില്ലേ, ചേട്ടൻ വന്നില്ലേ, പേട്ടതുള്ള പേട്ടയാടാ വന്നില്ലേ, ചേട്ടയനല്ലേ. മനസ്സിലായോ 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 മനസ്സിലായി മനസ്സിലായി മനസ്സിലായോ? എനിക്കൊരു പുള്ളും മനസ്സിലായില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഇത് ഇങ്ങനെ പോയ 1.5 മണിക്കൂർ കഴിയും. അതെ, പള്ളിക്ക് എടുക്കാനുള്ള പരിപാടി നോക്ക്. മോളെ വീട്ടിൽ കരഞ്ഞല്ലോ കരയരുത്, അവിടെ അച്ഛനൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ കുറച്ചുകൂടെ കേറ്റി അങ്ങ് കരഞ്ഞേക്കണം കേട്ടോ. കരയടി പള്ളി. അയ്യോ എന്റെ ഗ്രാൻഡ് ഏതാണ്ട് എടുത്തോണ്ട് പോകാൻ പോണേ. പള്ളിയിലോട്ട് എടുക്കുന്നതിന് മുമ്പ് കുളിപ്പിച്ച് സുന്ദരിയാക്കി വേണം എന്റെ ഗ്രാൻഡ്മയെ നിങ്ങൾ കൊണ്ടുപോകാൻ. അലമാരിക്കകത്ത് ഇഷ്ടം പോലെ സ്പ്രേ ഇരിപ്പുണ്ട്. എന്റെ മക്കളെ എടി, ആരെങ്കിലും ആ പൊട്ടു കുത്തടി, പുടവ ചുറ്റടി, ചിക്കൻ ചിക്കൻ ചീതം പെണ്ണേ ചിക ചിക ഓ ചിക 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 ഓ ചിക 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 ചിക. സംഭവം കൊള്ളാം. അപ്പൊ രാവിലെ എങ്ങനെയാന്ന് വെച്ചാൽ കൃത്യം അങ്ങ് എത്തിയേക്കണം. ഓടിയുടെ അടുത്തിരുന്ന് കരയാനുള്ളതാണ്, കിടന്ന് ഉറങ്ങിക്കളയരുത്. ഇല്ലല്ല. 10,000 രൂപ അഡ്വാൻസ്. അയ്യോ വളരെ സന്തോഷം. പിന്നെ അച്ഛൻ അങ്ങോട്ട്. അല്ല അച്ചായ, ഞങ്ങൾക്ക് അച്ചായനോട് ഭയങ്കര സ്നേഹം തോന്നാണ്. എന്തിന്? വേറൊന്നല്ല, ഈ ഒരു അമ്മാമ്മയുടെ 13 മക്കളും വിദേശത്താണ്. അവര് വലിയ മളിമാനയൊക്കെ കെട്ട് ജീവിക്കുമ്പോ ഈ അമ്മാവൻ മരിച്ചിറക്കാൻ പറ്റൂ ഒരിറ്റ് കണ്ണുനീര് പൊഴിക്കാൻ വേണ്ടി അവർ വന്നില്ല. അവർക്ക് വേണ്ടിട്ട് ഇച്ചായൻ ഇത്രയൊക്കെ ത്യാഗം സഹിച്ചില്ലേ. ഇച്ചായനാണ് ഇച്ചായ പുലി. പൊന്നു കുഞ്ഞെ, ഇത് ശരിക്കും പറഞ്ഞ എന്റെ കാശല്ല, ഈ ഗ്രാൻഡ്മയുടെ കാശ് തന്നെയാ. മരിക്കുന്നതിന് മുമ്പ് എന്റെ കയ്യിൽ വെച്ച് തന്നിട്ട് പറഞ്ഞു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മക്കളോ മരുമക്കളോ പേരക്കിടങ്ങളോ ഒന്നും വരില്ല. അങ്ങനെ വന്നിട്ട് അവര് കരയാതിരുന്നാൽ നാട്ടുകാർ എൻ്റെ മക്കളെ പഴി പറയും. അങ്ങനെ എൻ്റെ മക്കളെ ആരും പഴി പറയുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് കാശ് കൊടുത്തിട്ടാണെങ്കിലും ഒരാളെ കരയാൻ വേണ്ടി നിങ്ങൾ അറേഞ്ച് ചെയ്യണം. അങ്ങനെ തന്ന കാശാണിത്. ആണോ? ആ പൈസ അച്ചായ. ഓ, ഈ പൈസ ഞങ്ങൾക്ക് വേണ്ട ചായ. കാരണം അമ്മമാരെ സ്നേഹിക്കുന്ന ഒരുപാട് മക്കളുണ്ട് നമ്മുടെ നാട്ടില്. ആ കൂട്ടത്തിൽ പെട്ട ആൾക്കാരാ ഞങ്ങളും. ഈ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ കരയും. ആ കരച്ചില് ഈ അമ്മയ്ക്ക് ഫ്രീയാ. സൂര്യശ്രീ, ശ്രീജു, ഷജീറെ, ഒരു മരണ സ്കിറ്റ് ചിരിയുടെ മരണ മാസമായിട്ട് കളിച്ചതിന് ആദ്യം ഒരു ഉഗ്രം കൈയുടെ ഇനി അഭിപ്രായത്തിലേക്ക് പോവാം. നസീറുകൾ തന്നെ തുടങ്ങേണ്ട അഭിപ്രായം. നസീറുകൾ. ഗംഭീര സ്കിറ്റായിരുന്നു കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷം ഇത്രയും പുതുമയുള്ളൊരു സബ്ജക്റ്റ് ഭയങ്കര രസമായിട്ട് നിങ്ങളത് 3 പേരും, ആരാണ് ഫ്രണ്ടിൽ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റൂല, 3 പേരും ഫ്രണ്ടിൽ തന്നെയാണ്. അത്ര മനോഹരമായിട്ട് നിങ്ങളത് ആ സാധനം സെറ്റ് ചെയ്തിരിക്കുന്നത്. സൂര്യശ്രീ ഒരു രക്ഷയില്ലാത്ത അടുത്തായിട്ട്. സൂര്യശ്രീ ഇതിന് മുമ്പും ഇവിടെ തെളിയിച്ചിട്ടുള്ളതാണ്. അത് ഇതിൽ അതിൻ്റെ അകത്ത് കാര്യങ്ങൾ മൊത്തം കിടക്കുന്നത് സൂര്യശ്രീയിലാണ്. ബാക്കി 2 പേരും അതിനെ സപ്പോർട്ട് ചെയ്തുള്ള കാരണക്കാരായിട്ട് മാറി നിൽക്കുന്നവരാണ്. ശ്രീനു അതേപോലെ ഗംഭീരമായിരുന്നു കേട്ടോ. ആ ഒരു കാരണവരായിട്ട് വന്ന് വളരെ മനോഹരമായൊരു ക്ലൈമാക്സും അതിൻ്റെ ഇടയ്ക്കുള്ള കൗണ്ടറുകളെ മുമ്പുള്ളത് ബിഗിനിങ്ങും, അതായത് ഈ 2 പുൽച്ചാടിയായിട്ട് വന്നിട്ട് ആ വീട്ടിലെ പ്രാരാബ്ദങ്ങളും കാര്യങ്ങളും പറഞ്ഞു പോയിട്ട് പിന്നെ വേറൊരു ഐറ്റത്തിലേക്ക് നമ്മൾ ചാടുകയായിരുന്നത്. തിരക്കഥ എഴുതുന്ന പോലെയാണ് ഇതിൻ്റെ കഥ എഴുതി വെച്ചിരിക്കുന്നത്. ശശാങ്കണ്ടനാണ്. ഇതേപോലുള്ള സാധനങ്ങളിൽ ഇനിയും വരും സമയങ്ങളിൽ ഇച്ചിരി മെനക്കെട്ടാലും ശകലം സമയം എടുത്താലും വേണ്ടിയില്ല, ഇരുന്നാലോചിച്ച് നല്ല കണ്ടൻറ്റുകൾ ഉണ്ടാക്കി ഇതേപോലെ ചിരിപ്പിച്ചാലുണ്ടല്ലോ നിങ്ങളൊക്കെ എവിടെ പോയി നിൽക്കുന്നു അറിയാമോ. ഈ ആർട്ടിസ്റ്റുകൾ എന്ത് ചെയ്യാനും മനസ്സുണ്ടാകണം, എന്ത് കാണിക്കാനും മനസ്സുണ്ടാക്കണം, എത്ര വേണേലും മെനക്കെടണം അതിനു വേണ്ടി. ശശാങ്ക് മാത്രമല്ല, ഇതിൻ്റെ ഗ്രൂമേഴ്സ് എല്ലാവരും, ഇതിൻ്റെ ഡയറക്ടർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ ഷോയ്ക്ക് വേണ്ടിയിട്ട് എവിടം വരെ പോകാമോ അവിടം വരെ എല്ലാവരും പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവരുടെയും നിങ്ങളുടെയും എല്ലാവരുടെയും ഒരു വിജയമാണ് ഈ ഒരു സ്കിറ്റ്. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. ഇതേപോലുള്ള സ്കിറ്റുകളുമായിട്ട് ഇനിയും നിങ്ങൾ വരാവുള്ളൂ. അപ്പോൾ അടുത്ത പ്രാവശ്യം വീണ്ടും കാണാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. കിലിക്കട്ടൻ സ്കിറ്റ് ഭയങ്കര ഇഷ്ടമായിട്ടാ.
എനിക്ക് തോന്നുന്നത് കൗണ്ടറുകൾ 1, 2, 3, 4 എന്ന് കയറി പോണത് നമ്മൾ ആദ്യമായിട്ട് കാണണം. കാരണം ഒരു കൗണ്ടർ അടിച്ചിട്ട് 1 വെച്ച് പിന്നത്തെ കൗണ്ടർ 2ലാണ് നിൽക്കുന്നത്. അതിൻ്റെ ഒരു ചിരി കൂടുന്നത് നമുക്കറിയാം. നമുക്ക് ചിരിക്കാൻ പറ്റണ്ട. അങ്ങനെ നിങ്ങൾ 3 പേരും കൗണ്ടറിൻ്റെ ബഹളം വരുന്നത്. സൂര്യൻ നന്നായിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്ന ഒരു പകർന്നാട്ടമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അല്ലാതെ ഈ ഓരോ ആളുകളെ കുറിച്ച് പേര് പറഞ്ഞിട്ട് അത് പാട്ടിലൂടെ പോകുന്ന ഞാൻ ഒരിക്കലും, കാരണം അങ്ങനെ വരുമല്ലോ, പുള്ളിയുടെ പ്രൊഫഷൻ ശരിക്കും പാട്ടാണ്, സോങ് അല്ലേ. അപ്പോൾ അങ്ങനെ പോകുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. കാരണം അതൊക്കെ ഭയങ്കര രസമായിരുന്നു. മഞ്ജു വാര്യരുടെയും രജനീകാന്തിൻ്റെയും പാട്ടൊക്കെ ഇല്ലേ, അത് നിങ്ങൾ ഡാൻസ് കളിച്ചതൊക്കെ ഭയങ്കര രസമായിരുന്നു. സൂര്യ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു നെടുന്തൂണ്, ബിസ്ക്കറ്റിൻ്റെ ഒരു നെടുന്തൂണ് സൂര്യ തന്നെയാണ്. പിന്നെ നിങ്ങളുടെ 2 പേരും കാര്യം പറയണ്ടല്ലോ, കാരണം കിടക്കുന്നതാണ്. എനിക്ക് തോന്നുന്നത് ഈ അലസനായിട്ടുള്ള ഒരു ഭർത്താവ് അത് കറക്റ്റായിരുന്നു കേട്ടോ. ശ്രീജു ഞാൻ വന്നതിന് ശേഷം ശ്രീജു ഇപ്പോൾ 2-3 എപ്പിസോഡിലുണ്ടല്ലോ തകർക്കേണ്ട. അതെന്തായാലും 3 പേരും പൊളിച്ചടുക്കി കിടിലൻ സ്കിറ്റായിരുന്നു. അടിപൊളി. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. കാര്യം പറയുന്നത് നിങ്ങൾ ഉറങ്ങിയിട്ടില്ല. ഈ സ്ക്രിപ്റ്റ് കൈ കിട്ടി നിങ്ങൾ റിഹേഴ്സൽ ചെയ്ത് ഇന്ന് ഈ സമയം വരെ നിങ്ങൾ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ ആ സ്ക്രിപ്റ്റ് എങ്ങനെ കളിച്ച് കയറ്റാവോ അതിൻ്റെ മുകളിൽ കളിച്ച് കയറ്റി ഒരു ഉഗ്രം സ്കിറ്റായിരുന്നു നിങ്ങൾ കളിച്ചത്. കാരണം ഞാൻ നിങ്ങളത് കളിക്കുമ്പോൾ നമുക്കറിയാം, നിങ്ങളത് കളിക്കുമ്പോൾ ഗ്രൂമേഴ്സ് നിങ്ങളെ നമ്മൾ നോക്കുന്ന പോലെ ഗ്രൂമേഴ്സ് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവരുടെ മുഖത്തുള്ളൊരു സന്തോഷമാണ് നിങ്ങളുടെ വിജയം എന്ന് പറഞ്ഞത്. കാരണം നിങ്ങൾ പറന്ന് കളിക്കായിരുന്നു, 3 പേരും നിലം തൊടാതെ കളിക്കായിരുന്നുള്ളതാണ്. കാര്യം ഇത് നിങ്ങളുടെ ഒരു, എനിക്കറിയാം ഷജീറിൻ്റെയൊക്കെ ടെൻഷനും. കാര്യം ഷജീറൊക്കെ ഒരു സംഭവം അതിനുവേണ്ടി പണിയെടുക്കുന്ന ആളാണ് ഷജീറൊക്കെ. അതായത് ഒരു സ്ക്രിപ്റ്റ് ഞാൻ അറിയുന്ന കാലം മുതൽ ഒരു സംഭവം ഏറ്റാൽ അതിൻ്റെ പുറകെ നടന്ന് അതിൻ്റെ ടെൻഷനൊക്കെ ഷജീറിൻ്റെ കളിയെ ബാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് നിങ്ങൾ 3 പേരും നിങ്ങളുടെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട്, കാര്യം ഇതൊരു പരിപാടി നടത്തണം എന്നുള്ളൊരു ലെവല്. സൂര്യശ്രീ ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് നിങ്ങൾ അസാധ്യമായിട്ട് ചെയ്തു കേട്ടോ. കാരണം ആ പാട്ടിൻ്റെ വേരിയേഷനൊക്കെ ഒന്ന് പാളിപ്പോകാൻ പറ്റുന്ന സാധനങ്ങളാണ്. അത് കയറി പിടിച്ച് അതിലേക്ക് വന്ന് അത് ഉടനെ ശ്രീജു നിങ്ങൾ 2 പേരും സപ്പോർട്ട് ചെയ്യുന്നു. ശ്രീജു ഒക്കെ ഈ തറവാട്ടിലെ എന്തോ മറ്റവരൊക്കെ വന്നിട്ട് ഈ ഷോ ബുക്ക് ചെയ്യാൻ വരുന്ന പോലെ വലിയ ജാടയ്ക്ക് വന്നിട്ട് പറച്ചിൽ സംസാരവും മറ്റേ അമ്മാമ്മയുടെ പേര്, ആ അമ്മാമ്മയുടെ പേരൊക്കെ എങ്ങനെ ഓർത്തിരിക്കുന്നു ശ്രീജു? രണ്ടാമത് ചോദിച്ചപ്പോ അതൊക്കെ വളരെ സിമ്പിളായിട്ട് നിന്ന് കളിക്കുന്നു. പിന്നെ ഞെട്ടിപ്പോയത് സൂര്യശ്രീ ആ ഫ്ലെക്സ് വെക്കണമെന്ന് പറഞ്ഞ ഗ്രാൻഡ് മേലെ മണ്ണിലേക്ക് പേരെന്തായിരുന്നു? അത് ഒരിക്കലും ചിന്തിക്കാത്ത സാധനങ്ങളാണ്. നിങ്ങൾ സത്യം പറയാം, ഈ ഫ്ലോറിൽ നിങ്ങൾ മറന്ന് കളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ദിവസമായിരിക്കും 3 പേരും. എനിക്ക് തോന്നുന്നത് അടുത്തത് ഏറ്റവും അധികം വൈറലാകാൻ പോകുന്ന ഒരു സ്കിറ്റാണ് 3 പേരും കേട്ടോ. അതെ, മാർക്ക് ബിജുകുട്ടൻ തുടങ്ങും. ഞാനൊരു 15,000 രൂപ. 15,000 ഓക്കെ. ബിജുകുട്ടൻ 15,000 രൂപ. നസീർക്ക? ഞാൻ 16,000 രൂപ കൊടുക്കുക. 16. ഓക്കെ, അപ്പോൾ മൊത്തം 16 + 15 31 മാർക്കായിട്ടുണ്ടല്ലേ. അപ്പോൾ ബാക്കിയുള്ളത് ഇനിയിപ്പം കൊടുക്കുക അല്ലേ ബിജുകുട്ട? അല്ല, പൈസ തിരിച്ചു കൊടുത്തില്ല. ഇനിയിപ്പോൾ അവരുടെ ഈ പറഞ്ഞ കൊച്ചിന്റെ കാര്യത്തിന് അരഞ്ഞാണത്തിനും ഒക്കെ കൊടുക്കുക. പിന്നെ തറവാടിന്റെ അല്ല അമ്മച്ചിയുടെ പേരിനെല്ലാം ഇവർക്കൊരു നല്ല മനസ്സുണ്ട് കേട്ടോ. അതുകൊണ്ട് ഫ്രീ ആണ് ഈ ഷോ ഒന്ന്. എന്തായാലും തറവാടിന്റെ പേര് നമ്മൾ കളയുന്നില്ല, ഒരു ഗൂഗിൾ പേ അങ്ങ് ചെയ്തേക്കാം. തറവാടിരിക്കട്ടെ പേര്. എന്താണ് നീ വിൽക്കും വെച്ചിരുന്നേട്ടാ? അല്ല, അവൻ അങ്ങനെ സങ്കടം വരണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും. എന്താ ഷജീറ പറ? ഇതൊരു കഷ്ടപ്പാടിൻ്റെ ഒരു റിസൾട്ടാണ്. കാര്യം ഇത്രയും ദിവസം എനിക്ക് തോന്നുന്നു ചില സ്കിറ്റുകൾ ചെയ്യുമ്പോൾ ഇദ്ദേഹമാണ് അതിനുവേണ്ടി എല്ലാ കാര്യത്തിനും ഓടി നടക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, ആ സമയത്ത് ആ സ്കിറ്റ് വിജയിക്കാൻ വേണ്ടിയുള്ള വെപ്രാളവും ടെൻഷൻ കാര്യം കുറേ സാധനങ്ങൾ പുള്ളിക്ക് മിസ്സാവുന്നുണ്ട്. അതിൻ്റെ എല്ലാം വേദന അടക്കി വെച്ച് ഷജീറെ ഇന്ന് മോനെ പൊളിച്ചടിക്കണം. ചേട്ടാ, എനിക്ക് ഈ എമൗണ്ട് ആവശ്യമായിരുന്നു. ഇപ്പോൾ എനിക്ക് ഇല്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റില്ലായിരുന്നു. അതിന് ശശാങ്കചേട്ടനോട് കുറെ നാളുകളായിട്ട് എൻ്റെ പെർഫോമൻസ് വീക്കായിരുന്നു, എൻ്റെ സ്ക്രിപ്റ്റ് വീക്കായിരുന്നു. അപ്പോൾ ഇനി ഇവിടെ നിൽക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ഉറപ്പുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശശാങ്ക് ചേട്ടൻ പറഞ്ഞ് ഈ ഷെഡ്യൂളിൽ ഒന്ന് നമുക്ക് മേടിക്കണം, സെറ്റാവണമെന്ന് പറഞ്ഞ് അങ്ങനെ വിളിച്ചിട്ടാണ് ഞാൻ വന്നത്. ഇതില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇനി അടുത്ത ഷെഡ്യൂൾ മുതൽ ഞാൻ അവിടെ ഉണ്ടാവില്ലായിരുന്നു.
അങ്ങനെയൊന്നും പറയരുത്. കാരണം പരിപാടിയിൽ ഇപ്പൊ സ്കിറ്റ് ചിലപ്പോ ഒന്ന് മോശമാവും, അടുത്ത നന്നാക്കും, അത്രേ ഉള്ളൂ. അത് മാത്രമല്ലടാ, ഈ ഷോ ഇഷ്ടപ്പെടുന്ന ആർട്ടിസ്റ്റുകളാണ് ഇതിലുള്ളവരെല്ലാവരും. ചിലത് നന്നാകാം, ചിലത് കുറച്ച് ഫ്ലോപ്പ് ആകാം. ആ കൂട്ടത്തിൽ ഇപ്പം ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പല പല തിരക്കുകളും, അതായത് ഷോയുടെ എന്തെങ്കിലുമൊക്കെ തിരക്കാണ്, ചിലപ്പോൾ നല്ലതൊരെണ്ണം സെറ്റ് ചെയ്തെടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടെ പലതും വീക്കായി പോകുന്നത്. അപ്പം വീക്കാകുന്നത് കൊണ്ടാണ് നല്ലത് ഉണ്ടാക്കാനായിട്ടുള്ളൊരു മനസ്സ് വരുന്നത്. അതെ 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 അതെ. അപ്പം ആ മനസ്സ് അവർക്ക് കിട്ടി. അപ്പം അതിനൊരു നമ്മുടെ ഗ്രൂമേഴ്സ് കൂടെ സഹായിച്ചപ്പോൾ അതിനൊരു ഗുണം കിട്ടി. കറക്റ്റ്. കാരണം ആർട്ടിസ്റ്റുകളൊന്നും മോശമല്ലോ, മോശം ഇങ്ങനെ ചെയ്യാൻ പറ്റൂലല്ലോ. അതെ. സൂര്യശ്രീ പറ, എത്രാമത്തെയാണ് സിൽവർ തന്നെ? എത്രാമത്തെയാണ്? നമ്മുടെ ഈ ഫ്ലോറിലെ 5 സിൽവർ അടിച്ച ഒരേ ഒരു ആർട്ടിസ്റ്റാണ്. അല്ല, അതൊക്കെ അറിഞ്ഞോണ്ടാ പറയണത്. 5 എണ്ണം. ശ്രീജു കാര്യം പറയുള്ളൂ, ഈ സ്കിറ്റ് ഞങ്ങളെ കയ്യിൽ ഇത് ഏൽപ്പിക്കുന്ന സമയത്ത് ശശാങ്കണ്ണൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അണ്ണൻ്റെ മാനം കളയരുത്. അണ്ണനെ വിശ്വാസമുണ്ട് എങ്കിലും അണ്ണൻ പറഞ്ഞ ഫ്ലോറിൽ കയറുന്ന സമയത്ത് നിങ്ങൾ അത് നന്നായിട്ട് ചെയ്യണം, ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അണ്ണാ, ഞങ്ങൾ ആ വിശ്വാസം ഞങ്ങൾ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അണ്ണാ താങ്ക്സ്. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് സിൽവർ പഞ്ചും ഇതുപോലെ ഒരുപാട് നല്ല മാർക്സ് കരസ്ഥമാക്കി കിട്ടട്ടെ. തീർച്ചയായിട്ടും ഈ വേദി ഗംഭീരമാക്കിയ 3 പേർക്കും സൂര്യശ്രീ, ഷജീർ ആൻഡ് ശ്രീജു ഒരു നല്ല കയ്യടി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സമയം പോവാടാ, ഓരോരുത്തരെ വിളിക്കാം, നമുക്ക് കണ്ടിട്ട് പോകാം, അടുത്ത ആളും വരേണ്ടതല്ലേ. എനിക്കൊന്ന് നല്ല ചിരിയുടെ ഒരു പൊടി പൂരമാണ്. അവരെ നിന്ന് റിഹേഴ്സൽ, ഞാൻ ഇപ്പുറത്തെ റൂമിലായിരുന്നു, നിന്ന് റിഹേഴ്സൽ കുറെ കൗണ്ടർ ഞാൻ കേട്ടിട്ടുണ്ട്. ലൈവായിട്ട് ബിജു വർഗീസ്, സുധീഷ് ആൻഡ് ദീപ്തി. വയ്യന്റെ ശിവനെ ഇനിയൊഴിയാൻ മടിവേണ്ടെന്റെ മനമേ ഇതു പറയാൻ. പച്ചക്കറി കിറ്റ് 30 ചേച്ചി വേഗം അതേ തീരാമോട്ടോ, വേഗം വന്ന് മേടിച്ചോട്ടാ. ചേച്ചി അങ്ങോട്ടൊന്നും ചെന്ന് കയറി കൊടുക്കല്ലേ, അഴുക്ക പച്ചക്കറിയാണ്. ആദായ വിൽപ്പന നല്ല നാടൻ കപ്പ പത്ത്. ചേട്ടാ ദേ നോക്കേ, ഇതാട്ടോ നല്ല കിടുക്ക് സാമ്പാർ കഷ്ണം. വാ ഇന്ന് സാമ്പാർ വെക്കാവാ. അഴുകിയ സാമ്പാറിന്റെ കഷ്ണമാണേ മാച്ചൊന്നും കഴിക്കല്ലേ. കിടുക്ക് നാടൻ കപ്പ പത്ത്. എടി ഉഷേ, നിന്റെ തൊള്ള വായനാട ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് പിഴച്ചു പോട്ട്. ഞാൻ പച്ചക്കറി ചേട്ടൻ പിഴക്കണമെന്നാ? എടി ഞാൻ എങ്ങനെയെങ്കിലും ഇതൊക്കെ എന്റെ വയറ്റി പഴപ്പാണ് കൊച്ചേ. വയറ്റി പഴുപ്പാണെങ്കിൽ ആശുപത്രി കൊണ്ടേ കാണിക്കാം. എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ആണ്ടടാ, ഞാൻ എന്തോന്ന് പറയണ, അവളെ എന്തോന്ന് കേക്കണത്. കൊച്ചേ, ഇതൊക്കെ ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ കൊണ്ടിട്ടേക്കണ, അറിയാ? ജീവിക്കാൻ. അയ്യോ, അല്ലാണ്ട് പിന്നെ മരിക്കാൻ വേണ്ടി ആരും കുറെ കപ്പ വാരിട്ടുണ്ട് വരുവാ ചേട്ടാ. മരിക്കാൻ വേണ്ടി വരും. നിന്റെ ഈ വിഷം നിറഞ്ഞ പച്ചക്കറി ഉണ്ടല്ലോ, ഇത് കഴിച്ചു കഴിഞ്ഞാൽ അപ്പോഴും തീരും ആൾക്കാർ. പച്ചത്തേറി 30. നിനക്ക് തെറ്റി, പച്ചക്കറിയല്ല പച്ചക്കറി 30. അങ്ങനെ പറ. നിങ്ങളുടെ വായിന്ന് നീ വർത്താനത്തിനല്ലേ 10-30 പച്ചത്തെറിയാൻ പറയും. പോയിക്കോ. ആ പച്ചക്കറി 30. അയ്യോ, ആരെങ്കിലും വന്ന് കപ്പ ചോദിച്ചാൽ ഞാൻ എന്തോ എടുത്തിട്ട് കൊടുക്കുവായിരുന്നു. ഇതൊക്കെ എങ്ങനെ മുതലാവുന്നടി നിനക്ക്? പച്ചക്കറി കിറ്റ് 30 രൂപ കൊടുത്ത് എങ്ങനെ മുതലാവും? പച്ചക്കറി 30 രൂപ കൊടുക്കണേ. നീയല്ലേ വിളിച്ചു പറഞ്ഞ പച്ചക്കറി കിറ്റ് 30 എന്ന്? നീയല്ലേ വിളിച്ചു പറഞ്ഞ? ഈ കിറ്റിനാണ് 30, പച്ചക്കറിക്ക് 200 രൂപ. അത് ഭയങ്കര വിലയായി പോയി കേട്ടോ. അയ്യോ, ഒരു രക്ഷയിൽ അടുക്കാൻ പറ്റില്ല. അടുക്കാൻ പറ്റില്ല. അത് തന്നെ, ഞാൻ കുറച്ചു നേരം അവിടെ നിന്നപ്പോൾ അടുക്കാൻ പറ്റില്ല. ഈ അഴുകിയ പച്ചക്കറി ആണെങ്കിൽ അടുക്കാൻ പറ്റില്ല, ഭയങ്കര സ്മെല്ല്. എടുത്ത് ഇവിടെ കേടായ പച്ചക്കറി ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നോക്ക്, ഇതൊക്കെ തൊരപ്പം കടിച്ച കപ്പ എഴുതി കണ്ടോ, തൊരപ്പം കടിച്ചു വെച്ചേക്ക്. അതാ ഞാൻ ഒരു കാര്യം പറയാം, എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ സഹിക്കും. എന്റെ കിഴങ്ങിനെ പറഞ്ഞാ ഉണ്ടല്ല, നല്ല മണ്ണിന്റെ അടിയിൽ നിന്ന് കൊണ്ടുവന്ന കിഴങ്ങാണ്, അറിയാ? അല്ലാണ്ട് അച്ചിൽ വെച്ച് വാർത്തോണ്ടൊന്നും വരാൻ പറ്റിയൊന്നുമില്ല കപ്പ. പിന്നെ ചേട്ടാ, എന്റെ പെരവണി നടക്കണ സ്ഥലത്തേക്ക് 2 ലോഡ് മണ്ണ് ഇറക്കി തന്നെ. കൊച്ചിന് തെറ്റി. ഞാൻ മണ്ണിന്റെ ബിസിനസ് ഒക്കെ എന്നേ നിർത്തി. എന്നിട്ട് നാട്ടുകാർ ഇപ്പോഴും പറയണ്ടല്ലോ ചേട്ടന് മണ്ണിന്റെ പരിപാടി ഉണ്ടെന്ന്. ആര് പറഞ്ഞു? ഇവിടെ 5 കിലോ കപ്പ മേടിച്ച 4 കിലോ മണ്ണാന്ന് പറയണ്ടല്ലോ എല്ലാരും. ചുമ്മാ അല്ലടി അസൂയ കുശുമ്പേ. നിന്റെ പച്ചക്കറിയൊക്കെ നാട്ടുകാരി രാത്രി വന്ന് നിന്റെ ഇവിടുന്ന് മോട്ടിച്ചോണ്ട് പോണത്. എന്ത് കാര്യത്തിനാണ് നിങ്ങൾ ഈ വർത്താനം പറഞ്ഞത്? എനിക്ക് അല്ലെങ്കിൽ തന്നെ തലക്ക് ഭ്രാന്ത് പിടിച്ചേക്കണേ. അവനെ കണ്ടുപിടിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇവിടെ ഒരു CCTV ക്യാമറ വെച്ചത്. CCTV എവിടെ? ഇല്ല, അത് തന്നെ അവൻ ആദ്യം അടിച്ചോണ്ട് പോയാ കള്ളൻ. ഒരു 5 കിലോ കപ്പ വീട്ടിൽ കൊണ്ടുപോയി വൈകുന്നേരം. കപ്പ വേണ്ടെന്നേ, ഭയങ്കര ഗ്യാസിന്റെ പ്രശ്നമുണ്ട്. ഒരു നുള്ളി ഇഞ്ചിയോ വെളുത്തുള്ളി കഴിച്ചാ തീരണ ഗ്യാസ് അല്ലേ ഉള്ളൂ. അതല്ല, വീട്ടിൽ അടുക്കള ഗ്യാസ് തീർന്നു. ഞാനും കെട്ടിയാണ്, അത് പറഞ്ഞ് ഭയങ്കര പ്രശ്നം. പിന്നെ വേണ്ട, അല്ലെങ്കിൽ തന്നെ എനിക്ക് കപ്പ തിന്നാൻ പിടിയെ. കപ്പ എന്താ ചത്തു? കപ്പ തിന്ന് ലോകത്ത് നിന്ന് ആരും ചത്തിട്ടില്ല. ആര് പറഞ്ഞു?
എന്റെ സതീശ മാമൻ കപ്പ നിന്നിട്ട് എത്തുപോയത്. അവൻ അങ്ങനെ തന്നെ വേണം, അടിച്ച് സെറ്റായി ഹൈവേയുടെ നടുക്ക് കയറിയെന്ന് കപ്പ നിന്ന് കഴിഞ്ഞാൽ പാണ്ടിലോറി വന്ന് എടുത്തോണ്ട് പോയില്ലേ? അവൻ അങ്ങനെ തന്നെ വേണോടി. അതെ, എന്റെ മാമനെ കുറ്റം പറഞ്ഞ് നിൽക്കാനും വേണ്ട ഇവിടെ. എന്തെങ്കിലും ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ വല്ല കപ്പയും പോട്ടിയാ കപ്പ ബിരിയാണിയാ കപ്പ പുഴുക്ക വെച്ച് തിന്ന് തീർക്ക്. ഇനി നാളെ മുതൽ ഒന്നും തിന്നാൻ പറ്റൂലല്ലോ. നാളെ തൊട്ട് കേരളത്തിൽ കപ്പ നിരോധിക്കാൻ പോണ. കപ്പ നിരോധിക്കണമൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ആവേശമൂത്ത് ഒരുത്തന്നെ വിട്ടിട്ട് നല്ല പാകത്തിന് തല്ലി പാകം വരുത്തിയാ. അവന് നിങ്ങളുടെ വരും കിട്ടണേ മേടിച്ചു. ഞാനൊരു ആവേശത്തിന് തല്ലിപ്പോയതാണ്, അല്ലെങ്കിൽ തന്നെ അവനെ എങ്ങനെ തല്ലാതിരിക്കും? ഇവിടെ വന്ന് കപ്പ എടുത്ത് വെച്ചത് 5 പൈസ വിറ്റില്ല. അവൻ അപ്പഴി ചന്തപ്പരി വേണമെന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കും? അത് അടിച്ചു പോയി. എങ്ങനെങ്കിലും നിന്റെ കൂടെ പഠിച്ച എല്ലാം ഒന്ന് സോൾവ് ചെയ്ത് കാര്യമൊക്കെ ശരി, അവൻ എന്റെ കൂടെ പഠിച്ചേ. പക്ഷെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തേ അവൻ വെറും പോക്കരിയാണ് ചേട്ടാ. അവൻ റോട്ടിൽ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ വുമൻസ് കോളേജ് അടക്കം നേരത്തെ വിടും. അത്ര മോശമായിരുന്നു അവൻ. എന്തിനാണ് അധികം പറയണത്? സ്വന്തം തന്തേനെ വരെ തല്ലി കുടുംബത്തത് പുറത്താക്കിയവനാണ് അവൻ. അതെന്തിന്? അച്ഛൻ പണിയും കഴിഞ്ഞ് വന്നപ്പോ അവന് പാപ്പം മേടിച്ചു കൊടുത്തില്ലെന്ന്. ബെസ്റ്റ് തന്നെ. പിന്നെ നീ കൂടെ ഉണ്ട്, ആ ഒരു ഗ്യാരണ്ടി ഉള്ള എനിക്ക്. ഞാനുണ്ട്, എന്നെ അവന് ഭയങ്കര പേടിയാ. അയ്യോ ജയൻ കൂടെ നിൽക്കാന്ന് പറഞ്ഞ ഉഷ താണ്ട PT ഉഷയേക്കാൾ സ്പീഡിനോട് എനിക്കൊട്ട് പാടി. എനിക്ക് പേടിയായിട്ട് വയ്യ. പാടിക്കൂട്ട്. ജില്ലാ ജയിൽ. ഇവിടെയല്ല, കാക്കനാടാണ്. എന്തോന്ന് ജില്ലാ ജയില്? അടിച്ചാൽ കേട്ടിട്ട് എന്റെ പേര് പറഞ്ഞ ജില്ലാ ജയിൽ. ജീവനി കൊതിയുള്ളവർ എത്രയും പെട്ടെന്ന് പൊക്കണം. പ്രത്യേകിച്ച് അമ്മമാര്, കൊച്ചുകുട്ടികൾ, ഗർഭിണികൾ ഇത് കാണരുത്. സിനിമ ഓട്ടിക്കാൻ പോണ? ആന്നറാ, മാർക്കോ സിനിമ കാണിക്കാൻ പോണു. ഞാൻ ഉണ്ണി മുകുന്ദനും നീ വില്ലനും. ആദ്യം ഞാനിപ്പോ കടിച്ചു പറിക്കാൻ ജയനെ, ഞാൻ ഒരു കാര്യം പറയാം. ബിസിനസ് നടക്കണ സമയത്ത് എന്റെ ഷോപ്പിന്റെ ഫ്രണ്ടിൽ വന്ന് നീ ബഹളം ഉണ്ടാക്കി. അതുകൊണ്ടല്ലേ ഞാൻ അടിച്ചത്. ബിസിനസ് നടക്കണേ ഷോപ്പിന്റെ ഫ്രണ്ടിൽ 3 ചീനിക്കമ്പ് ചാരി വെച്ചിട്ട് ബിസിനസ് പോലും. എടേ, ഇതിന്റെ ഒരു കമ്പ് തട്ടിക്കളഞ്ഞാൽ നാളെ ആഗോള വിപണി ഇടിയോ? ഇടിയട്ടെന്ന്. എടാ, നീ എന്നെ ഇവിടെ ഇട്ട് എന്റെ കളിക്കൂട്ടുകാരിയുടെ ഫ്രണ്ട് ഇട്ട് എന്നെ അടിച്ചല്ലടാ. ആ സമയത്ത് എന്നെ ചേട്ടന്മാരെങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ. ചേട്ടന്മാരുണ്ടാ? നിനക്കറിയത്തില്ലേ? മൂത്തവൻ പൂജപ്പുര രവിയാ? അത് തന്നെ. അയ്യോ അല്ല, പൂജപ്പുര ജയിലിൽ. രണ്ടാമത്തവൻ വിയൂർ. എവിടുന്ന് വീഴൂലെന്ന്? വിയൂർ ജയിലിൽ. മൂന്നാമത്തവൻ അരൂർ. അരൂര് ജയിലില്ല, അമ്മേടെ ഇല്ല. ജയിലിൽ അവിടെ അവൻ സുഗന്ധമുറുക്കാന്റെ കച്ചവടമാക്കി വളരെ മാന്യമായിട്ട് ജീവിക്കുന്നു. നമ്മളെന്തിനാണ് അവരുടെ കാര്യത്തിലൊക്കെ? അവിടെ കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? ഈ ഇടയ്ക്ക് അവൻ ഹാൻസ് വിറ്റെന്ന് പറഞ്ഞ പോലീസ് 2 പെമ്മക്കളാണ്. അരൂര് പള്ളിയുടെ അപ്പുറത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞ് ബംഗാളികളൊക്കെ ഒന്ന് ഒരുപാട് മേടിച്ചുകൊണ്ട് പോയി. വിജയം മാറ്റാൻ നോക്കുന്നല്ലടാ. ഞാൻ നിന്നെ അടിക്കും. ചന്ത വിടുന്ന സമയത്ത് നിന്നെ ഞാൻ അടിക്കും. എന്റെ മകൾ ചെല്ലപ്പനാണ് സത്യം. ലോകത്തുനിന്ന് ആരെങ്കിലും പെമ്മക്കൊക്കെ ചെല്ലപ്പനെന്ന് പേരിടുവോ? എന്താണെന്നറിയാമോ? എന്റെ ഭാര്യയുടെ സ്വഭാവം വെച്ച് എന്തായാലും ആ സ്വഭാവം നാളെ എന്റെ മോക്ക് കിട്ടും. അങ്ങനെ കോളേജിലൊക്കെ പോയി ഏതെങ്കിലും പയ്യനെ പ്രേമിച്ച് ആ പയ്യന്റെ കൂടെ ഇറങ്ങി ചെല്ലുമ്പോ ആ പയ്യൻ വീട്ടിൽ പോയി എന്തോ പറയും? അമ്മ, എന്റെ കല്യാണം കഴിഞ്ഞമ്മ ഞാൻ നട ചെല്ലപ്പനെ കെട്ടിക്കൊണ്ട് വന്നമ്മന്ന് പറയുവോ? അതുകൊണ്ട് അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടി എന്റെ മോളെ ആരും പ്രേമിക്കത്തില്ലെന്ന്. ഉഗ്ര ഐഡിയ കേട്ടാ. എന്റെ മൂത്ത മോന് ശകലം തരികയാണ്. ഞാൻ അവന് ഭവാനിയമ്മ എന്ന് പേരിടട്ടാ? ഭവാനിയമ്മ എന്ന് പേരിട്ടോ. കാരണം അവൻ ഭവാനിയമ്മ നാളെ വായിക്കരിയിടുവല്ലോ. ആർക്ക്? നിനക്ക്. അറിയാതെ അടിച്ചു. ഞാൻ സീരിയസ് ആയിട്ട് അറിയാതെ അടിച്ചു പോയതാണ്. അറിയാതെ അടിച്ചു. അങ്ങനെ അറിഞ്ഞോണ്ട് അടിച്ചെങ്കിലോ? എന്റെ ഇക്ക ഇത് കണ്ടോ? കണ്ട? ഹായ് ചിത്രപ്പണി. ചിത്രപ്പണിയല്ല, ഇന്നലെ അടി ഉണ്ടായപ്പോ ആ കട്ടിക്കടിച്ചതാ. 10ന്റെ കട്ടിക്കും 5ന്റെ കട്ടിക്കും. എനിക്കാണെ ആകപ്പാടെ 60 കിലോ ഉള്ളൂ. ഇന്നലെ തൂക്കി നോക്കിയപ്പോ 75 കിലോ. അതെങ്ങനെ വന്നത്? എന്റെ 60ഉം നിന്റെ ഈ 15ഉം കൂടി ഓരോരുത്തരും ഭാര്യ പിണങ്ങിപ്പോയി. അതെന്തിനു പിണങ്ങിപ്പോയി? അവള് പറയാ അവൾ അറിയാതെ പോയി ഞാൻ ടാറ്റു അടിച്ചെന്ന്. എന്നിട്ട് ചോദിക്കുക 5 എന്ന് പറയാൻ നിങ്ങളുടെ കാമുകയാരാന്ന്. 5 അല്ല 5ന്റെ കട്ടിക്ക് അടി അടിച്ചെന്ന് പറഞ്ഞു. അവള് വിചാരിച്ചോ 5 എന്ന് പറഞ്ഞ പെണ്ണടിച്ചെന്ന്. രസമുണ്ട്. ഒരു രസവും ഇല്ല. ഇന്ന് നിന്നെ അടിച്ച് ഞാൻ ഇവിടെ തീർക്കും. എന്റെ ഉഷ, അവക്ക് ഇതെല്ലാം അറിയില്ല. ഉഷ എവിടെ? ഇത് രാവിലെ അല്ലേ? ഉച്ച അല്ല, ഉഷ എവിടെ? ഉഷ കണ്ടോ? അവക്ക് എന്റെ സ്വഭാവം അറിയാം. അതുകൊണ്ടാ വാപത്തി ഓടിക്കളഞ്ഞു. പേടിച്ചിട്ടല്ലേടി? നിന്നെ കണ്ട് ചിരി വന്ന് സഹിക്കാൻ പറ്റാണ്ട് ഞാൻ ഓടിയതാണ്. നീ ഇത് ആരടുത്താണ് കിടന്ന് പറയണത്? ജില്ലാ ജയിലിൽ നിന്ന് വന്നവനാണ്. ഒന്ന് പോരാട്ടോ, ഇവൻ ഇന്നുവരെ ജില്ലാ ജയിൽ പോലും കണ്ടിട്ടില്ല. ഇവനെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ജില്ല എന്ന് പറയാൻ പറ്റില്ല, ലാലേട്ടന്റെ വിജയുടെ സിനിമയില്ലേ, അത് കാണാൻ പോയി. അതിന് ഇവനെ ടീച്ചർ ഉച്ചോട്ട് വൈകുന്നേരം വരെ മുട്ടുകുതിച്ച് കയ്യും ഒക്കെ ചേർത്തി. അത് അഖിലും സനലും സജുവും മുകേഷും കൂടി ഇവരിട്ട കള്ള ഇരട്ട പേരാണ് ജില്ലാ ജയിൽ. പേരാണ്. അങ്ങനെ വരട്ടെ.
ആ പേരിട്ട മുകേഷ് എന്ന് പറയുന്നവനെ ഞാൻ നല്ലപോലെ അടിച്ചില്ലേടി. എടാ മുകേഷ് അല്ലടാ നിന്നെ തല്ലിയത് ക്ലാസ്സിൽ വെച്ച്. ആരായാലും തല്ലിയില്ലയോ? എന്റെ തല്ലുകൊണ്ട് അവൻ രാത്രിക്ക് രായ്മാനം തിരുവനന്തപുരത്തേക്ക് ട്രെയിൻ കയറി പോയി. എന്നിട്ട് ഞാൻ വിടുവോ? നേരെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നതും ട്രെയിൻ അങ്ങ് പോയി. ഞാൻ വെറുതെ വിടുവോ? നേരെ അങ്ങോട്ട് ചെന്ന് 2 കല്ലെടുത്തി ട്രെയിനിന്റെ ഹെഡ്ലൈറ്റിൽ 2 ലൈറ്റ് ഇല്ലാതെ എങ്ങനെ പോകുന്ന അതാണ് പിന്നെ നോക്കിയപ്പോ എവിടെന്നാന്ന് അറിഞ്ഞൂടാ റെയിൽവേ പോലീസ് വന്ന് എന്നെ പിടിച്ച് നേരെ ട്രെയിനിന്റെ ഫ്രണ്ടിൽ കെട്ടിട്ട് 2 ടോർച്ചും തന്നങ്ങ്. അവര് പറയാ തിരുവനന്തപുരം വരെ ഇനി നീ വേണം ലൈറ്റ് അടിച്ചോണ്ടിരിക്കാന്ന് പറഞ്ഞു. തിരിച്ചൊന്നും പറഞ്ഞില്ലേ നിങ്ങൾ? തിരിച്ചോ? ഇങ്ങനെ തിരിയാൻ പറ്റണില്ല, അതുപോലെ കെട്ടിയൊക്കെ പിന്നെയാണ് തിരിച്ചു പറയണത്. നിങ്ങൾ ഈ തലയുടെ അകം കണ്ടിട്ടുണ്ടോ? ഇല്ല ഞാൻ കണ്ടിട്ടുണ്ടോ? ട്രെയിനിന്റെ സ്പീഡ് കാരണം ഈ കണ്ണിങ്ങനെ കറങ്ങിപ്പോയി പഴയ പോലെ അത് ഓർക്കുമ്പോ തന്നെ എനിക്ക് പേടിയാവുന്നു. എനിക്കിപ്പോഴേ മനസ്സിലായി, ലോകത്ത് മുഴുവൻ എല്ലാ ജംഗ്ഷനിലും ചെന്ന് അടികൊള്ളുന്ന ടീമാണ്. ബാബു പണ്ട് പഠിച്ചോണ്ടിരിക്കുന്ന യുവക്ക് എന്നോട് ഭയങ്കര പ്രേമമായിരുന്നു. ആർക്ക്? എനിക്ക് നിന്നോട്. അങ്ങനെ ഞാൻ പെണ്ണ് ചോദിക്കാൻ വേണ്ടി എവിടെ വീട്ടിൽ ചെന്ന് എവിടെ അച്ഛനും ബന്ധുക്കളല്ല ഹാളി ഒരു 5 മിനിറ്റ് സൽക്കരിച്ചു. പൂജാമുറിയിലിട്ട് 5 മിനിറ്റ് സൽക്കരിച്ചു. എന്നിട്ടാണ് ഇവിടെ എന്നെ വേണ്ടാന്ന് പറഞ്ഞു. ഇത്രയും സൽക്കരിച്ചിട്ട് എന്തിനാണ് അവനെ വേണ്ടാന്ന് പറഞ്ഞ ഉഷേ? കാര്യമൊക്കെ ശരിയാണ്. ഇവന്റെ ഈ കോലം വെച്ചിട്ട് ഇവൻ പെണ്ണി ചോദിക്കാൻ വന്നപ്പോ എന്റെ അച്ഛനും ആങ്ങളമാരും കൂടി ഇവനെ ഹോളിലിട്ട് തല്ലി പൂര ഇടിയിടിച്ച്. എന്നിട്ട് നീ എങ്ങോട്ടാണ് ഓടിയത്? ഞാൻ ഓടി പൂജാമുറി കയറി. ഞാൻ നോക്കി അവിടെ പ്രായമായി സ്ത്രീ ഇരിക്കണം. ആരടി? അമ്മ. ഞാൻ വെച്ച് അവരടിക്കൊല്ലുന്നു. ചെന്നപ്പോ തന്നെ തിരിക്ക് കണ്ണിലിട്ട് എന്നിട്ട് ഞാൻ ഇറങ്ങി ഓടി ചെന്ന് ബാത്റൂമിൽ കയറി കതവങ്ങ് അടച്ചു. രക്ഷപ്പെട്ടല്ല. എങ്ങനെ രക്ഷപ്പെടും? അവിടെ ഇവിടെ കുഞ്ഞമ്മ കുളിച്ചോണ്ടിരിക്കുമല്ലായിരുന്നു. പിന്നെ ഉരുളി എന്റെ തലേ കമത്തി അടിയോടടിയായിരുന്നു. ഈ ഉരുളി തലേ കമത്തിയിട്ട് 2 ഉപകാരമുണ്ട്. എന്തോന്ന്? സൗണ്ടും പുറത്ത് കിട്ടില്ല, തലയ്ക്ക് വലിയ അടിയും കിട്ടില്ല. ഞാൻ പറഞ്ഞതിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാ? എല്ലാ സ്ഥലത്തും കയറി അടികൊള്ളും. അതേടാ ഞാൻ കൊടുത്തത്. അന്ന് നിങ്ങളൊക്കെ അടിച്ചത് ഇരുമ്പിനെയാണ്. ഇരുമ്പിനെ അടിച്ചടിച്ചടിച്ച് കത്തിയാക്കി. ആ കത്തി എവിടെ? ആ കത്തിയാണ് ഈ നിൽക്കുന്നത്. ഈ കത്തിക്ക് ഒന്നല്ലേ അറിയൂ, കുത്താൻ. കുത്തി മനത്തിക്കായോ? തക്കാളിക്കൊക്കെ ഭയങ്കര വിലയാണല്ലേ ഇപ്പൊ? ഈ വില കുറഞ്ഞ എന്തുകൊണ്ട്? ലാഭമുണ്ട്. എങ്കിൽ അടുത്ത ആഴ്ച നമ്മൾ ഗോവയ്ക്ക് പോകുന്നു. ഗോവയ്ക്ക് മാത്രം മതിയോ ലാഭം? നമുക്കും വല്ലതും വേണ്ടേ? നീ എന്തൊക്കെ പറഞ്ഞാലും നിന്നെ ഞാനിപ്പൊ കൊല്ലും. മടിക്കുത്തിന്ന് എന്തോ എടുക്കണ, നീ ഒന്ന് പറഞ്ഞു വിലക്കടി. നിന്റെ കൂടെ പഠിച്ചല്ലേ? അതെന്താന്നറിയാമോ? 2-3 ഡയലോഗ് അധികം ഷുഗർ കുറഞ്ഞു. അതാണാ എന്നെ വിളിക്കുന്നത്? അടിക്കോ? അറിയാതെ ഷുഗർ ആയതുകൊണ്ടാണ് ഇത് താരുന്നില്ല. ഞാൻ അടിക്കാൻ പോവാണ്. അടിക്കും ബാവനെ. ഈ വെണ്ടയ്ക്ക കടിക്കണ പോലെ കടിച്ച് ഞാൻ സോൾവ് എങ്ങനെ? നിന്നെ വിളിക്കണ്. ഇത് വെണ്ടയ്ക്ക പച്ചമുളക് വെണ്ടയ്ക്ക പച്ചമുളക് ഒന്നിച്ച് വെച്ചാടി. വെള്ളം കുത്തിക്കൊല്ലാൻ പോവല്ലേ? പിന്നെ ഞാൻ എങ്ങനെയാ അറിഞ്ഞോണ്ട് വെള്ളം? 8 മണിയായി. നീ ഒന്ന് അടങ്ങിടി, ഷുഗർ താരുന്നടി. 8 മണിയായി അടിയണ്ണ എന്നെ. അടിക്കാം. 8 മണിയായി അടി. ഷുഗറിന്റെ മുട്ടായി എവിടാ? അവിടെ എവിടെ എടുത്ത് കളഞ്ഞ്? എടി എവിടെ? അതല്ല ഷുഗറിന്റെ മുട്ടായി എവിടെ? ഇവിടെ കളഞ്ഞ്. ആള് കൂടിയല്ല, 10-40 പേര് കൂടി. ഇല്ല, ഞങ്ങൾ 2 പേരേ ഉള്ളൂ. ഷുഗർ നല്ല രീതിയിൽ ആ ബാബു അവിടെ. ഞാൻ നിക്ക്. അയ്യോ, ഒരെണ്ണം അടിച്ചിട്ട് ഞാനങ്ങ് പൊക്കോട്ടെ. സാധനമല്ല. പാവത്തിനെ തല്ലണത്. നീ എന്തൊരു ദുഷ്ടനാടാ. ആണാണെങ്കിൽ വാടാ. എത്രയെന്നും പറഞ്ഞു ഒരുത്ത സഹിച്ചോണ്ട് നീക്കും. അത്രയ്ക്കാ വാടാ കേട്ടെ. വാടാ വാടാ ഇവിടെ. ആരത്? എനിക്ക് ബാബു. എനിക്ക് അവനെ ബ്രൂസിലിയായിട്ടാ കാണുന്നത്. എവിടെ നിന്ന് പഠിച്ചത്? 1.5 വയസ്സ് തൊട്ട് പഠിച്ചു തുടങ്ങി. പദവി വല്ലതും കിട്ടിയോ? 8 ബ്ലാക്ക് ഉണ്ട്. അടിയടാ വാടാ കേട്ടെ. അടികൊണ്ട് മെന്റലായി, അടികൊണ്ട് മെന്റലായി. എനിക്കറിയാം കയ്യൂപ്പ് കൊണ്ട് ഇവന്റെ മുന്നിൽ പിടിച്ചേക്കാൻ പറ്റത്തില്ലെന്ന്. അതുകൊണ്ട് ഞാൻ ബോംബ് കൊണ്ടുവന്നിട്ടുണ്ട്. രണ്ടിനെ ഇവിടെ കിടന്ന് പൊട്ടിച്ചെതർന്ന് എനിക്ക് കാണണം.
തൊലയട്ടവൻ ബാബു ചാവട്ടെ. വെള്ളം കണ്ടു എന്റെ CCTV ക്യാമറ. എടാ ചില്ലേ. പൊട്ടിയാ ഇപ്പൊ പൊട്ടി. എടാ കള്ള, നീയാണല്ലോ എന്റെ ക്യാമറ കണ്ടിട്ട് പോയത്. അയ്യോ ബോംബ് മാറിപ്പോയി. ഏയ്, ഉഷേ, ആദ്യമായിട്ടാണ് എന്നെ ഒരു പെണ്ണ് തല്ലുന്നത്. അതിന് ഇത് നമ്മുടെ ഇടയിൽ തന്നെ നിൽക്കട്ടെ, കൂടുതൽ പബ്ലിസിറ്റി ഒന്നും അതുകൊണ്ട് ഈ ജില്ലാ ജയിൻ പോകുന്നു. നിനക്ക് കിട്ടിയതൊന്നും പോരെ. അതല്ല ഞാൻ പറഞ്ഞത്, ഈ ജയിൻ ഈ ജില്ല വിട്ടേതാ. ബിജു വർഗീസ്, സുധീഷ്, ദീപ്തി, 3 പേർക്ക് ഒരു കിഡ്ഡലും കയ്യിൽ കൊടുക്കാം. ആടിപ്പോളേ. തുടക്കം തന്നെ ചിരിപ്പൂരമായിരുന്നു. നമുക്ക് അഭിപ്രായങ്ങളിലേക്ക് കിടക്കാം. ആദ്യം ബിജുക്കൂട്ടം തന്നെ തുടങ്ങാം. ബിജു, സുധീഷ്, ദീപ്തി നന്നായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. ഈ ദീപ്തിയും ബിജുവും തമ്മിലുള്ള ആ കോമ്പിനേഷൻ നല്ല വർക്കൗട്ടാണ്. കാരണം നല്ല പടപടയെന്നുള്ള നിങ്ങളുടെ ഒന്ന് തെറ്റിക്കാതെയും നല്ല ക്ലാഷ് ഇല്ലാതെയും അതുപോലെ തന്നെ നല്ല ലെജിബിളായിട്ടുള്ള തമാശ അവിടെ കുറച്ച് കുറവായിരുന്നെങ്കിലും തമാശ ഉണ്ടായിരുന്നു, പൊട്ടിച്ചിരിപ്പിക്കാനുള്ള തമാശകൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങളുടെ കോമ്പിനേഷൻ അടിപൊളിയായിരുന്നു. സുധീഷ് വന്നതിന് ശേഷം ഈ സാധനത്തിൻ്റെ ലെവലങ്ങൾ മാറിയിട്ടാ ഭയങ്കര രസമായിരുന്നു. എന്ന് വെച്ചാൽ എല്ലാം കൗണ്ടറായിരുന്നു. ഈ 1 തുടങ്ങിയിട്ട് 100 അവസാനിക്കൂലേ, അങ്ങനെയായിരുന്നു ഈ സ്കിറ്റിൻ്റെ തുടക്കത്തിൽ തുടങ്ങി അവസാനം വരും. അത് ഗംഭീരമായിരുന്നു. പിന്നെ സുധീഷിങ്ങൾ വന്നതിന് ശേഷം എനിക്ക് കുറേ കൗണ്ടറുകൾ കുറേ ഞാൻ മറന്നുപോയി. കാരണം ചിരിച്ചിരിച്ച് മറന്നുപോയി നമ്മൾ. പിന്നെ ആ ഷുഗറിൻ്റെ സാധനം തിന്നല്ലേ, ലോലിപോപ്പ്, അത് ഗംഭീര സാധനമായിരുന്നു കേട്ടോ. കാരണം നമുക്ക് എന്താണെന്ന് പിടികിട്ടില്ലായിരുന്നു. അത് ദീപ്തി പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഷുഗർ കുറഞ്ഞോട്ടാണെന്ന്. അവസാനം ഷുഗർ കുറഞ്ഞ് ലോ ലെവലായി പോണ സംഭവമുണ്ട്. കണ്ടിട്ടും 40 പേരെയൊക്കെ കാരണം ലോ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായി പോലെ. അതെല്ലാം ഗംഭീരമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് നല്ല തമാശയുള്ള നല്ല സ്കിറ്റായിരുന്നു അല്ലേ. അപ്പം 3 പേർക്കും ഓൾ ദ ബെസ്റ്റ്. ഞാൻ പറയാം അല്ലേ. പിന്നെ എടാ, ഒരു കയറ്റത്തിന് ഒരു ഇറക്കം ഉണ്ടാവും എന്ന് പറയുന്നത് സത്യമല്ലേ. അതായത് ഇതിനു മുമ്പ് വന്ന പല എപ്പിസോഡിലും നമുക്ക് ചെറിയ ചെറിയ വീഴ്ചകളൊക്കെ വന്നായിരുന്നു. ഇത് ഒരു പക്ഷേങ്കിൽ സമയക്കുറവിൻ്റെയോ അല്ലെങ്കിൽ എഴുതി ഉണ്ടാക്കാനുള്ളൊരു സാഹചര്യത്തിൻ്റെയൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിരുത്തി അടുത്ത കയറി അങ്ങ് പൊളിക്കണമെന്ന് വിചാരിച്ചു. അത് നല്ല കാര്യമാണ്. അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് ഈ സ്കിറ്റ് ഇത്രയും വിജയിച്ചിരുന്നത്. പിന്നെ നിങ്ങളുടെ കോമ്പിനേഷൻ നല്ല രസമാണ് 3 പേരും. ആ കാര്യം ഒരു പൊടി പോലും ആദ്യത്തെ ആ 2 പേരിൽ നിന്ന് അവതരിപ്പിച്ച ആ സാധനം വേണമെങ്കിൽ നമുക്ക് ലാഗിലേക്ക് എത്തിക്കാമായിരുന്നു. അതെ, പക്ഷേ അത് ഫീൽ ചെയ്തില്ല നമുക്ക്. ഈ പറഞ്ഞ പോലെ തമാശയുടെ ഒരു ശകലം കുറവ് അവിടെ ഉണ്ടെങ്കിൽ പക്ഷെ ബോറിംഗ് ഇല്ല. നല്ല വൃത്തിയായിട്ടിരുന്ന് കാണാൻ പറ്റി. പിന്നെ സുധീഷിൻ്റെ വരവ്, ആ സംഭവം തൊട്ട് അതങ്ങോട്ട് കയറി അങ്ങോട്ട് ഗംഭീരമായി. 3 പേരും അടിപൊളിയായി. നല്ല സ്ക്രിപ്റ്റുമായിരുന്നു. സുധീഷ്, ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോടാ. നീ ഒന്ന് മനസ്സ് വെച്ചാൽ, ഈ വേദിയിലൊന്ന് മനസ്സ് വെച്ചാലേ ഈ വേദി നിനക്കുള്ളതായിരിക്കും വരും കാലങ്ങളിൽ. അല്ല, അത് നീ മനസ്സ് വെക്കണം. കാര്യം നമ്മൾ മനസ്സ് ഇതിലേക്ക് അർപ്പിച്ചാൽ ഉണ്ടാകാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതോ ഏത് ആർട്ടിസ്റ്റ്, ഇവിടെ വരുന്ന ഓരോ ആർട്ടിസ്റ്റ് പ്രത്യേകതകൾ എല്ലാവർക്കും ഉണ്ടല്ലോ, ഓരോരോ പ്രത്യേകതകളുണ്ടല്ലോ. അവരൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ വേദി കീഴടക്കുന്നതോടൊപ്പം ജനങ്ങളുടെ ഇടയിലും നമുക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് എല്ലാ ആർട്ടിസ്റ്റുകളും ശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ സുധീഷിൻ്റെ ഇപ്പോൾ ഇത് കണ്ടപ്പോൾ മനസ്സിലായത്, കാര്യം നീ ശ്രമിച്ചാൽ നടക്കും. നീ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. ഇനിത്തൊരു ശ്രമിക്കുകയല്ലേ, ശ്രമിക്കണം കേട്ടോ. ശ്രമിച്ചാൽ നന്നായിരിക്കും. കാര്യം അത് നിങ്ങളുടെ കൂട്ടുകെട്ടിനെ ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും. നല്ല നല്ല ത്രെഡുകൾ ഉണ്ടാക്കുക, നല്ല നല്ല കൗണ്ടേഴ്സ് നിറയ്ക്കുക, എന്നിട്ട് ഇതേപോലെ മനോഹരമായിട്ട് വന്ന് അവതരിപ്പിക്കുക. എന്തായാലും 3 പേര്. ദീപ്തിയുടെ കാര്യം പിന്നെ പറയണ്ട. ദീപ്തി എല്ലാ കാര്യത്തിനും ഓരോ പടി മുമ്പോട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള മുമ്പോട്ടുള്ള യാത്രയിലും ഇത് തന്നെ ആയിരിക്കണം, ഇതിന് മേളിലും ആയിരിക്കണം. പിന്നെ നമ്മുടെ ബിജു വർഗീസ് ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങൾ താങ്ങാണ്. അതായത് നിങ്ങൾ ആരുടെ കൂടെ നിൽക്കുന്നോ അവർക്ക് നിങ്ങളൊരു താങ്ങാണ്. കാര്യം നിങ്ങളുടെ വായിൽ നിന്ന് ഒരിക്കലും ഒരു തെറ്റോ ഒരു ഓവർലാപ്പോ ഒരു അക്ഷരങ്ങൾ കൈവിട്ട് പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും മറവിയോ ഒന്നും സംഭവിക്കാറില്ല. കറക്റ്റ് സാധനങ്ങൾ ആവശ്യത്തിന് ഡെലിവറി ചെയ്ത് കൊടുക്കുന്ന ഒരാളാണ്. അതിൻ്റെ അകത്ത് കോമഡി കുറവാണെങ്കിലും പോലും ഇല്ല, പക്ഷേങ്കിൽ അത് നല്ല രസമായിരിക്കും. നല്ല ഫാസ്റ്റായിട്ടുള്ള കളിയാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് 3 പേരും ഗംഭീരമായിട്ടുണ്ട്. ഈ സ്കിറ്റ് അടിപൊളിയായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. ചേട്ടാ ശരിക്കും കരാട്ടയാണ്. ആണോ? പക്ഷേ അത് നെഞ്ചൊക്കെ കറക്കിയപ്പോൾ അതൊന്നും ഫീൽ ചെയ്തില്ല. ശരിക്കാണോ? അത് മൊത്തം നെഞ്ചത്തെ കൊണ്ട് അല്ല എന്നാലും പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടോ? അപ്പൊ അത്യാവശ്യം പരിപാടിക്ക് പോകുന്നിടത്ത് എസ്കേപ്പ് ആകാം. അപ്പൊ നമുക്ക് മാർക്കിലേക്ക് അല്ലേ? നിന്റെ അഭിപ്രായം പറയാം. പ്രചോദനം പറയട്ടെ. കാര്യം ഇന്ന് ജീവമില്ലാത്തതുകൊണ്ട് നമ്മൾ 3 പേരാണ് ഇതെല്ലാം കൊണ്ടുപോകാൻ. അപ്പൊ ബിജു വർഗീസ്, സുധീഷ്, ദീപ്തി അട്ടിപൊളി എന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ പൂരത്തിനൊരു തിരി അങ്ങോട്ട് കൊളുത്തിയിട്ട് ആദ്യം ഇങ്ങനെ കയറി പോവായിരുന്നു. പിന്നെ ഇതിൻ്റെ ഒരു
പ്ലോട്ട് ഭയങ്കര രസമുണ്ടായിരുന്നു. കാര്യം ഒരു മാർക്കറ്റ് ഇങ്ങനെ നടക്കും. നമ്മളെപ്പോഴും കാണാറുണ്ട് ഈ ഇങ്ങനെയുള്ള പച്ചക്കറികൾ ഇതിനകത്ത് വിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇത് നല്ലതാണോ ഇല്ലയോ എന്ന് അറിയില്ല, പക്ഷേ വിലക്കുറവായതുകൊണ്ട് നമ്മൾ ചിലത് നന്നാകും ചിലത് മോശമാവും. കപ്പ അന്ന് ഇന്നും ഈ പറയുന്നത് പോലെ വേലിയേറ്റവും ഇറക്കമൊക്കെ ഉണ്ടെങ്കിൽ പോലും കപ്പയ്ക്ക് എപ്പോഴും ഡിമാൻഡുണ്ട്. കപ്പ റോയൽ ഫുഡായി മാറിയടാ. റോയൽ ഫുഡ് ഞാനിപ്പോഴും പറയാം, തുടക്കം മുതൽ ഇപ്പം ദീപ്തിയും ബിജുവായിട്ടുള്ള കൗണ്ടറുകൾ ഒരു അടിത്തറ വേണമല്ലോ. അത് നിങ്ങൾ വളരെ മനോഹരമായിട്ട് നിങ്ങൾ രസമായിട്ട് ഭയങ്കരമായിട്ട് പാക്ക് ചെയ്തു. ദീപ്തി ഭയങ്കര രസമാണ്. ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങിയ കൗണ്ടറുകളെല്ലാം ഇച്ചിരി സ്പീഡ് കൂടിയാലോ ഒച്ച വെച്ചാലോ ഈ കൗണ്ടറുകൾ രജിസ്റ്റർ ആകത്തില്ല. നിങ്ങൾ തമ്മിൽ ആദ്യം തുടങ്ങിയത് എല്ലാ കൗണ്ടറുകളും 3 പേരും രജിസ്റ്റർ ആക്കി. പിന്നെ എനിക്ക് സുധീഷിന്റെ ക്യാരക്ടർ ഭയങ്കര രസമുണ്ട് കേട്ടോ. ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ ഈ കോസ്റ്റ്യൂം നല്ല രസമുണ്ട് കാണാൻ. കാര്യം വന്ന മ്യൂസിക്കിൽ വന്ന് നിന്നു തുടങ്ങിയ ഓരോ കൗണ്ടറുകളും നല്ല രസമായിട്ട് ഇങ്ങനെ കൈയടിച്ച് കയറി 3 പേരും അവരവരുടെ പാർട്ട് ഗംഭീരമാക്കി. നസീറൊക്കെ പറഞ്ഞ പോലെ ആ നാക്ക് പൊന്നാവട്ടെ, നിങ്ങൾ 3 പേരും ഒന്ന് പിടിച്ചു നിന്നാൽ നിങ്ങൾക്കുള്ള ഫ്ലോറാണ്. കാര്യം എന്തായാലും ഇറങ്ങി. ഇനി നിങ്ങൾ ഈ അന്വേഷിക്കുക എന്നുള്ളതാണ്. നല്ല പ്ലോട്ടുകളാണ് നിങ്ങൾ ചെയ്യുന്നതെല്ലാം. ബിജുവിന്റെ വേറെ ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ, എന്താണ് ഷോപ്പാ? എന്തിന്റെ ഷോപ്പാണ്? കപ്പയുടെ അതൊക്കെ ഇടിഞ്ഞു പോകുന്നു. അതൊക്കെ ഉഗ്ര സ്റ്റാൻഡേർഡ് കൗണ്ടർ. ആഗോള വിപണി ഇടിഞ്ഞു പോകുന്നു ഒരു കോല് തട്ടിയാലേ. പിന്നെ പകുതിയായി മുളക് അടിച്ചു. പിന്നെ അടുത്ത ഡയലോഗും ഒറിജിനൽ മുളകാണ്. ഓക്കെ, എന്തായാലും 3 പേർക്കും ഒരുപാട് ഇനിയും നല്ല നല്ല സ്കിറ്റുകൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. 3 പേർക്കും ഓൾ ദ ബെസ്റ്റ്. അടിപൊളി. ഞാൻ ഐശ്വര്യമായിട്ടൊരു 15,000 രൂപ അങ്ങ് തരികയാണ്. അടിപൊളി. അപ്പം ഞാൻ ഒട്ടും കുറയ്ക്കുന്നില്ല, ഞാൻ ഒരു 15,000 രൂപ ഞാൻ. അപ്പൊ ഈ കപ്പക്കും അതുപോലെ തന്നെ പച്ചക്കറിക്കും ഇവന് അടികൊണ്ടതിന് ഹോസ്പിറ്റലിൽ പോകാൻ കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. ഹാപ്പി അല്ലേ? അപ്പൊ താങ്ക് യു ബിജു വർഗീസ്, സുധീഷ് ആൻഡ് ദീപ്തി. നല്ലൊരു കൈഡി. അടിപൊളി. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നസീർ ബിജുക്കുട്ടാ, എന്താണ് പറയുക ഇന്നത്തെ എപ്പിസോഡിനെ പറ്റി? എന്താണ് പറയാനുള്ളത്? ഇന്ന് പൊളിയായിരുന്നു കേട്ടോ. ഗംഭീരമല്ലോ. അല്ല, ഓരോ ദിവസം ചെല്ലുന്തോറും ഗംഭീരമായി വരികയാണ് അല്ലേ? അതനുസരിച്ച് പ്രേക്ഷകർ കൂടുന്നു, പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ കൂടുന്നു, ഞങ്ങളുടെ റേറ്റിംഗ് കൂടുന്നു. ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. അപ്പൊ ഇനി അടുത്ത ദിവസം കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.